നമസ്കാരം. റോഷൻ ആൻഡ്രൂസിൻ്റെ ഉദയനാണ് താരം എന്ന സിനിമയിലെ ഒരു ഡയലോഗുണ്ട്. ശ്രീനിവാസൻ്റെ രാജപ്പൻ എന്ന കഥാപാത്രത്തെ പരിഹസിച്ചുകൊണ്ട് മോഹൻലാലിൻ്റെ കഥാപാത്രം പറയുന്നതാണ്, മേക്കപ്പിനൊക്കെ ഒരു പരിധിയില്ലടേ, നീ നായകനാവുന്ന കാര്യം പറയുന്നത് പരിഹാസത്തോടുകൂടി മുപ്പര് പറയുന്നതാണ്. മേക്കപ്പിനൊക്കെ ഒരു പരിധിയില്ലടേ നമ്മൾ കാലങ്ങളോളം പരിഹാസത്തിനായി ഉപയോഗിക്കുന്നൊരു വാക്കാണ്. എന്നാൽ ഇന്ന് ആ വാക്കിന്, ആ ചൊല്ലിന് പ്രസക്തി ഇല്ലാതായി മാറി. മേക്കപ്പിന് ഒരു പരിധിയും ഇല്ലാതായി മാറി. ഇത് ഞാൻ ആമുഖമായി പറയുന്നതിന് കാരണം ഇന്ന് ന്യൂസ് അറ്റ് ഹൗസിലെ ടോക്ക് ഷോയിൽ അതിഥിയായി എത്തിയിരിക്കുന്ന ഒരു പ്രതിഭയെക്കുറിച്ച് പറയാനാണ്. ഇന്ത്യയിൽ ആകെ ചർച്ചയായിരിക്കുന്ന മാർക്കോ എന്ന സിനിമയുടെ മേക്കപ്പ് മാനാണ്. വലിയ തോതിൽ വലിയ തലങ്ങൾ കീഴടക്കുന്ന മേക്കപ്പ് മാൻമാരുടെ പ്രതിഭയുടെ പട്ടികയിലേക്ക് എത്തിയ സുധി സുരേന്ദ്രൻ എന്ന മലയാളത്തിൻ്റെ അഭിമാനമായി നിലനിൽക്കുന്ന, ഇന്നത്തെ സിനിമയെ മുന്നോട്ട് നയിക്കുന്ന മേക്കപ്പ് മാനായി മലയാളിയുടെ അഭിമാനമായി നിൽക്കുന്ന സുധി സുരേന്ദ്രനാണ് ഇന്ന് ടോക്ക് ഷോയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. സ്വാഗതം സുധി. താങ്ക് യു സർ, താങ്ക് യു. അപ്പോൾ മാർക്കോയെ കുറിച്ചാണ് ചർച്ച മുഴുവൻ, അല്ലേ? ഇന്ത്യ മൊത്തം, കേരളം മൊത്തം ചർച്ച. പുറത്തും മലയാളികൾ വലിയൊരു ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയതിൽ വളരെ സന്തോഷം. മാർക്കോയിൽ എന്നെ ആകർഷിച്ച ഒരു ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ വയലൻസ്, മറ്റ് അതിൻ്റെ ഹെവി ഹീറോയിസത്തിൻ്റെ ഹെവിയായ ഒരു ആവിഷ്കാരമൊക്കെ ചർച്ച ചെയ്യുന്നത്. അതിനപ്പുറത്ത് മേക്കപ്പ് മാൻ എന്ന, അല്ലെങ്കിൽ മേക്കപ്പിൻ്റെ സാധ്യത എന്താണെന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ചെറിയ മുറിവൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ സുന്ദരനാക്കാനും സുന്ദരിയാക്കാനും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അടയാളങ്ങൾ ഒക്കെ വരുത്താനാണ്. ഇപ്പൊ നിങ്ങൾ ഈ മേക്കപ്പ് മാൻ്റെ റോള് നമ്മൾ കാണാത്ത തരത്തിലേക്ക് മാറിയിരിക്കുന്നു. തീർച്ചയായിട്ടും അതിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. മറ്റ് പല സിനിമകളിലും അങ്ങനെ ആയിരുന്നു. നമ്മൾ വിചാരിച്ച വല്ല ഗ്രാഫിക്സ് ഒക്കെ ആയിരിക്കും, അവയവങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ ഉണ്ടാക്കുന്നത് ഒക്കെ മാറുകയാണ്. ഈ മാർക്കോ, അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം ഈ അഭിമുഖം. മാർക്കോയിലേക്ക് വരുമ്പോൾ താങ്കൾ ഇങ്ങനെയാണ് എന്ന് പ്രതീക്ഷിച്ചിരുന്നു? അതിനുള്ള എന്താണ് അതിലേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്നൊരു? തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് ഞാൻ നേരത്തെ ചെയ്തുകൊണ്ട് തന്നെ ഫീൽ ഗുഡ് മൂവികളാണ്. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ പെട്ടെന്നൊരു വയലൻസ് മൂവിയിലോട്ട് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് വരികയും അതിനെപ്പറ്റി ഡയറക്റ്റ് സംസാരിക്കുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് വയലൻസ് മൂവിയെ പറ്റിയാണ് പറയുന്നത്. ഈ ഒരു സബ്ജക്റ്റിൻ്റെ മെയിൻ ത്രെഡ് വയലൻസ് ആണല്ലോ, വയലൻസിൽ വരുന്ന ത്രെഡാണ് പുള്ളി. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ തന്നെ നമുക്കിത് എങ്ങനെ വർക്ക് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിങ് ആയി. അപ്പം മെയിനായിട്ട് ഇത് ഫുൾ വയലൻസിൻ്റെ പ്രോസറ്റിക് മേക്കപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പ്രോസറ്റിക് മേക്കപ്പ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന ഈ ശരീരഭാഗങ്ങൾ, പാർട്സുകൾ നമ്മൾ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ മേക്കപ്പ് എന്ന് പറയുമ്പോൾ മാത്രം കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ ഈ വെളുപ്പിക്കൽ, പുട്ടിയിടൽ മാത്രമല്ല എന്നുള്ളൊരു സംഭവം കൂടെ ഉണ്ട്. മേക്കപ്പ് എന്ന് പറയുന്ന സിനിമയുടെ ചില ആൾക്കാരുടെ തെറ്റിദ്ധാരണയാണ് മലയാള സിനിമയിലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ അത് മറ്റേ വെളുപ്പിക്കലല്ലേ, പുട്ടിയിടല്ലേ, അതല്ല. ശരിക്കും ഒരു എന്താ പറയുക, ഒരു ക്യാരക്ടർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിപ്പോൾ ഏതൊരു സിനിമയിലും ഒരാൾ അഭിനയിക്കാൻ വന്നു കഴിഞ്ഞാൽ ആളുടെ ക്യാരക്ടറിനനുസരിച്ച് നമ്മളത് ക്രിയേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അതാണ് ശരിക്കും ഒരു മേക്കപ്പ് മാൻ്റെ ഒരു കടമ എന്ന് പറയുന്നത്. പിന്നെ അത് നമ്മൾ എങ്ങനെയാണോ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് എന്താണോ വേണ്ടത്, മേക്കപ്പ് കൊണ്ട് മേക്കപ്പ് ഡൗണും ഉണ്ട്. ഈ ഡൗണിനെ പറ്റി ആരും കൂടുതൽ അപ്പും ഡൗണും ഉണ്ട്. കാരണം ഭംഗിയായിട്ട് വരുന്നവർ ചിലപ്പോൾ നമുക്ക് കുറയ്ക്കേണ്ടി വരും. ഇത് ഭംഗി മാത്രം കൂട്ടുന്നതല്ല എന്നുള്ളതാണ് കൂടെയാണ്. അതാണ് ശരിക്കും ഒരു മേക്കപ്പ് മാൻ്റെ ഒരു കടമ, തത്വം എന്ന് പറയുന്നത്. മാർക്കൊരു ഇതിനാണ് സംഭവിച്ചിരിക്കുന്നത്. എല്ലാ ക്യാരക്ടറിനും അതിൻ്റെതായ രീതിക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനാവശ്യമായ കാര്യങ്ങളാണ് ഈ പ്രോസറ്റിക്കിലൂടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് നമുക്കൊരു ചലഞ്ചിങ് ആയിട്ടുണ്ടായിരുന്നത് ഇതിൽ. അത് ശരി. അപ്പോൾ ഈ സാധാരണ നമ്മൾ കാണുന്നതിലും വ്യത്യസ്തമാണ്. അതെ, അങ്ങനെ ഒരു മുൻകാലത്തെ മേക്കപ്പ് രീതികൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. തുടക്കം അമീറാണ് ആദ്യത്തെ സിനിമ, അത് മുതലുള്ള സിനിമകളിൽ അത് ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ ആശ തന്നെ പറയാം, PN മണി കേട്ടിട്ടുണ്ടാവും, മണിച്ചിത്രത്താഴും, ദേവാസുര, അങ്ങനെ വലിയ വലിയ ഫാസിൽ സാറിൻ്റെയും അവരുടെ സീനിയർ വലിയ പടങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു വ്യക്തിയിലൂടെയാണ് ഞാൻ വരുന്നത്. അപ്പോൾ ആ PN മണി സാറ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെ. ഒരുപാട് പ്രോസറ്റിക് വർക്കും ഈ ഇപ്പോഴത്തെ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഇല്ലാതെ ആ സമയത്ത് ഉണ്ടായിരുന്ന മെറ്റീരിയൽ വെച്ച് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ആൾക്കാരാണ്. പണ്ടത്തെ സിനിമകൾ നോക്കി അറിയാം. പണ്ടത്തെ സിനിമകൾ നോക്കിയാൽ ഈ പറയുന്ന പൊള്ളലായിരുന്നാലും, ഈ പറയുന്ന കൈവെട്ട് തല പോകുന്നതും ചെവി പോകുന്നതും എല്ലാം ഈ ഭാഗത്തും അവരുടേതായ ടെക്നിക്കലിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ മണിച്ചിത്രത്താഴിന്റെ ക്ലൈമാക്സിലെ ആ മനുഷ്യരൂപം, അതൊക്കെ നമുക്ക് ആ സമയത്തും ഇവര് വലിയ നമ്മൾ ഞെട്ടിച്ച കാര്യങ്ങളാണ്. അതൊക്കെ മണിച്ചിത്രത്താഴിനെ കണ്ടറിയില്ലേ. പക്ഷെ അന്ന് ആ സമയത്ത് ഈ പ്രോസറ്റിക് എന്നുള്ള വിഭാഗം ഇല്ല. മനസ്സിലായി. ആ പ്രയോഗം ഇതിനകത്തില്ല. എല്ലാം മേക്കപ്പിൽ വരുന്നത് തന്നെയാണ്. ഇപ്പോഴും അത് തന്നെയാണ്. ഒരു മേക്കപ്പ് മാൻ്റെ കടമയാണ് ഇതെല്ലാം ചെയ്യുക എന്നുള്ളത്. ഞാൻ തന്നെ മനസ്സിലാക്കുന്ന ഇന്റർവ്യൂകൾ കാണുമ്പോൾ ഇത് പല വിഭാഗക്കാരിങ്ങനെ ഇതിനെ വേർതിരിവായിട്ട് കാണുന്നതേ ഉള്ളൂ. മനസ്സിലായി. ഇപ്പം നമ്മളിപ്പോൾ ഒരു വർക്ക് എടുക്കുമ്പോൾ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ വേറെ ആളെ കൊണ്ട് സഹായം ചോദിക്കുന്നു, സഹായിച്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രോസറ്റിക് മേക്കപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് പഠിക്കാനുണ്ട്.
അത് ശാസ്ത്രീയമായിട്ട് ശാസ്ത്രീയമായിട്ട് പഠിക്കാനുണ്ട്. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അത് എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഡൈ എടുക്കുന്നതും മോൾഡ് എടുക്കുന്നതും, അതുപോലെ തന്നെ അത് എന്തൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും എന്തൊക്കെ മെറ്റീരിയലാണ് ഉപയോഗിക്കേണ്ടതെന്നും അതിനൊക്കെ നമ്മൾ സയൻസ് പരമായിട്ട് പഠിച്ച് തന്നെ ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് ഒരാൾക്ക് വന്നിട്ട് ആളുടെ കൈ ഉണ്ടാക്കാൻ പറഞ്ഞാൽ പറ്റത്തില്ല. ഇപ്പോൾ പണ്ടത്തെ ഒരാൾക്ക് വന്നിട്ട് ഹെഡിൻ്റെ മോൾഡ് എടുക്കാൻ പറഞ്ഞാലും പറ്റില്ല. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ പഠിച്ച ആൾക്കാർ ഇതിന് കൂടെ നിൽക്കുന്നത്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് അതിന് പഠിച്ച ആൾക്കാരാണ്. അല്ല, ഇപ്പം അതിലൊരു പ്രശ്നമുള്ളത്, ഇപ്പം നിങ്ങളിങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ശാസ്ത്രീയമായ അറിവില്ലെങ്കിൽ ഉണ്ടാകാൻ ഇടയുള്ളൊരു പ്രശ്നം വലിയ സ്റ്റാർസ് ഒക്കെ ആണല്ലോ ഇതിൽ. ഇപ്പൊ ചോര ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് മോശം എലമെന്റ് ആണെങ്കിൽ, കെമിക്കൽ പ്രശ്നമാണെങ്കിൽ ഈ നടനെ ബാധിക്കും. അതെ, സൈഡ് എഫക്റ്റ് ഉണ്ടാവും. നമ്മൾ ജീവനക്കാരെ ആകെ ബാധിക്കും. തീർച്ചയായും നമ്മൾ വേറൊരാളുടെ ദേഹത്ത് ഉപയോഗിക്കുന്നത് അത്രയും ജെന്യൂനിറ്റി ആയിരിക്കണം. കാരണം നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റിൽ ചെയ്യാൻ നിൽക്കിയാൽ ചിലപ്പോൾ അതെന്തെങ്കിലും ഇറിറ്റേഷനോ, എല്ലാവരും സ്കിന്നും ഒരേപോലെ അല്ല, സെൻസിറ്റീവാണ്. കാരണം പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പം അത് നമുക്കറിയുന്ന കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഇപ്പം എനിക്കറിയാത്ത കാര്യങ്ങൾ എനിക്കറിയുന്നുള്ള ആൾക്കാരെ ഞാൻ കളക്ട് ചെയ്യുക, അതിൻ്റെ രീതിക്ക് നീങ്ങുക. അപ്പം നമ്മളത് പരീക്ഷിക്കാൻ നിൽക്കാറില്ല. അപ്പൊ ഈ ഡോക്ടർമാരെയോ അല്ലെ അങ്ങനെയുള്ള മെഡിക്കൽ സർവീസിൽ ആളുകളെ സഹായം തേടാറുണ്ട് പല കാര്യങ്ങൾക്കും. മെഡിക്കൽ ഫീൽഡിൽ നിന്ന് ഒരുപാട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ നമ്മൾ ചോദിക്കാറുണ്ട്, പല സഹായങ്ങളും ചോദിക്കും. കാരണം ഐ ഡ്രോപ്സ് ആയിരുന്നാൽ കൂടി നമ്മൾ ഉപയോഗിക്കുന്ന ഐ ഡ്രോപ്സ്, ഗ്ലിസറിൻ, അതൊക്കെ നമ്മൾ അതിനെ പറ്റിയൊക്കെ ശരിക്കും അറിഞ്ഞിരിക്കണം. നമ്മളിപ്പം ബ്യൂട്ടി മേക്കപ്പിനെ പറ്റി ബ്യൂട്ടി പ്രോഡക്റ്റ് മാത്രം പഠിച്ചാൽ പോരാ. എന്നെ സംബന്ധിച്ചൊരു മേക്കപ്പ് പഠിക്കാൻ പലതുമുണ്ട്. സിനിമയിൽ വരുന്ന മേക്കപ്പ് പഠിക്കാൻ പലതുമുണ്ട്. ക്യാമറയെ പറ്റി പഠിക്കണം, ഏത് ലെൻസ് എന്ന് പഠിക്കണം, ഏതാ ലൈറ്റ് എന്ന് പഠിക്കണം, ഏത് ലൈറ്റ് ഇട്ടാണ് നമ്മൾ അവരെ ഈ ഷോട്ട് എടുക്കണം, അപ്പോൾ ഏത് ലെൻസാണ് ഉപയോഗിക്കുന്നതെന്ന് വരെ നമ്മൾ പഠിക്കാനുണ്ട്. അതൊക്കെ കൺട്രോൾ ചെയ്യാൻ മാത്രമേ നമുക്ക് ആ നാച്ചുറൽ എന്നുള്ള സാധനം കിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഒരാളെ കാണുന്ന ഇപ്പോൾ ഒരു ഭംഗിയാക്കുക, ഇപ്പം നല്ല അസൽ ബ്യൂട്ടി മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, മേക്ക് ഓവർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരെന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ അവരൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ നല്ല പ്രോഡക്റ്റിലും നല്ല ഭംഗിയായിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ക്യാമറയിൽ വരുമ്പോൾ അതിൻ്റെ ഒരു റെസൊല്യൂഷനും കൂടെ നമ്മൾ പറഞ്ഞിരിക്കണം. ക്യാമറ, ലൈറ്റ്സ്, കാര്യങ്ങളൊക്കെ നമ്മൾ അതിലും വരണമല്ലോ. പിന്നെ അതിൽ വരണമല്ലോ, അതാണല്ലോ നമുക്ക് ഇമ്പോർട്ടൻറ്റ്. സിനിമയെ സംബന്ധിച്ച് ഒരു മേക്കപ്പ് മാൻ ചെയ്ത് കഴിഞ്ഞിട്ട്, ഒരു മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് വേറൊരാൾ പറയുക അയ്യോ ഭയങ്കര മേക്കപ്പ് ഓവറാണെന്ന് പറഞ്ഞാൽ ഈ മേക്കപ്പ് മാൻ ചെയ്ത ഫെയിലിയറാണ്. ശരിക്കും സിനിമയുടെ മേക്കപ്പ് മാൻ ഒരാൾ ഒരു മേക്കപ്പ് ചെയ്യുമ്പോൾ വളരെ നാച്ചുറലായിട്ടും മേക്കപ്പ് ചെയ്തെന്നൊരു ഫീൽ വരാനേ പാടില്ല. അങ്ങനെ തന്നെയാണ് ഇപ്പോഴും വലിയ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരുന്നാലും ആർട്ടിസ്റ്റുകൾ, പേഴ്സണൽ മേക്കപ്പ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുണ്ട്. പക്ഷെ നമ്മൾ അത്രയും നാച്ചുറൽ ആയിരിക്കും, നമ്മൾ അറിയത്തോലും ഇല്ല. ഇപ്പം ലാൽ സാറായിരുന്നാലും മമ്മൂക്ക സാറായിരുന്നാലും എല്ലാവരും ഈ പറഞ്ഞ പോലെ അവരുടേതായ സ്കിൻ ടോൺ മാച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും അവർ ഭയങ്കര മേക്കപ്പ് ഇട്ട് കിടക്കുന്ന ആളെന്നാണ്, കുട്ടിയിട്ട് കിടക്കുന്ന ആളെന്ന് നമ്മൾ ആരും അറിയുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വരാം, ഡീറ്റെയിൽസ് വരണം. നമുക്ക് ആദ്യം മുതൽ എന്താണ് സുധിയുടെ ജീവിതം, എങ്ങനെയാണ് സിനിമയിലേക്ക് വരുന്നത് എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട്. എങ്ങനെയാണ് മേക്കപ്പിലേക്ക് വരുന്നത്, ഈ മേഖല തിരഞ്ഞെടുത്തത്? ശരിക്കും സിനിമ എന്നുള്ളൊരു എൻ്റെ ഒരു ഫാഷനാണ്. പഠിക്കുന്നത് സിനിമ എന്നുള്ളതാണ്. മേക്കപ്പുമായിട്ട് എനിക്കൊരു ബന്ധമില്ല. കാരണം എൻ്റെ ഫാമിലിയിൽ നിന്നോ എനിക്ക് മേക്കപ്പ് പഠിക്കണമെന്നോ അങ്ങനെ ഇൻട്രസ്റ്റ് ആയിട്ട് വന്നൊരാളല്ല എനിക്കങ്ങനെ ഒരു സിനിമയിൽ എത്തിപ്പെടുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം. ഏതെങ്കിലും മേഖലയിൽ സിനിമയിൽ എത്തിപ്പെടുക എന്നുള്ളത് മാത്രമായിരുന്നു പഠനം കഴിഞ്ഞിട്ടുള്ള ഉദ്ദേശം. പിന്നെ അങ്ങനെ ഞാൻ നേരെ എല്ലാവരും പറയും പോലെ തന്നെ വണ്ടി കയറി ചെന്നൈയിലേക്ക് വണ്ടി കയറിയിട്ടൊന്നും അങ്ങനെ കുറേ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടും ഈ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റിൻ്റെ അസിസ്റ്റൻ്റായിട്ടും പല സ്ഥലങ്ങളിലും ഹൈദരാബാദും ചെന്നൈയിലൊക്കെ അങ്ങനെ നടന്ന സമയത്താണ് PN മണി സാറിനെ പരിചയപ്പെട്ടിട്ട് ഞാൻ കോളേജ് കുമാരൻ എന്ന സിനിമയിൽ മോഹൻലാൽ സാറിന്റെ പടത്തിൽ ഞാൻ മേക്കപ്പ് അസിസ്റ്റൻ്റായിട്ട് യൂണിയൻ മെമ്പർഷിപ്പ് എടുത്തിട്ട് ഞാൻ അസിസ്റ്റന്റ് മേക്കപ്പ് മാൻ ആവുന്നു. അപ്പോൾ സിനിമയിൽ നിൽക്കുക എന്നുള്ളൊരു മോഹത്തിൽ, അല്ലാതെ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മേക്കപ്പ് പഠിക്കുന്ന എനിക്ക് എൻ്റെ അച്ഛൻ തട്ടുകടയും അമ്മ ഹൗസ് വൈഫും കടയും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഈ സിനിമയായിട്ടോ എൻ്റെ ഫാമിലിക്കായിട്ടോ ഒരു ബന്ധമില്ലാത്ത ആൾക്കാരാണ്. അപ്പം അങ്ങനെ ഞാൻ മണികണ്ഠനോട് വന്നു. മണികണ്ഠൻ്റെ ഒരു ജേണി ഒരു 10-12 വർഷം മണികണ്ഠൻ്റെ കൂടെ തന്നെയായിരുന്നു. അപ്പം പിന്നെ കോളേജുമാരിൽ തന്നെ പ്രവർത്തിച്ചല്ലേ? അതെ, അസിസ്റ്റന്റ് ഉറച്ചോ നിരാശ തോന്നിയോ? ഇല്ല, മേക്കപ്പ് അസിസ്റ്റന്റ് ആയിട്ട് നമുക്കൊരു തൊഴിൽ വേണമല്ലോ. ഞാനൊരു മേക്കപ്പ് അസിസ്റ്റന്റ് ആവുന്നുമ്പോൾ തന്നെ ഒരു 2 വർഷം സിനിമയുടെ പിറകിൽ എവിടെയെങ്കിലും പോയി അഭിനയിക്കാം, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും എത്താം, അങ്ങനത്തെ ഒരു മോഹത്തിൽ ഞാൻ സിനിമയാണ് നമ്മുടെ മനസ്സിൽ. സിനിമയിൽ എങ്ങനെയും എത്തിപ്പെടുക എന്നുള്ളതാണ് എല്ലാരും പറയും പോലെ. പക്ഷെ കോളേജുമാരിൽ ആദ്യം നിങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായി എങ്ങനെയും. അപ്പൊ ഞാൻ അറിയാം, നമ്മളിങ്ങനെ കറങ്ങി നടക്കണേക്കാൾ ഒരു തൊഴിൽ പഠിക്കണമല്ലോ. കാരണം അങ്ങനെ എൻ്റെ അടുത്ത് അഡ്വൈസ് ചെയ്ത ആർട്ടിസ്റ്റുകളുണ്ട്. ഞാൻ ആർട്ടിസ്റ്റിനെ പേഴ്സണായിട്ട് നിൽക്കുമ്പോൾ ഒക്കെ അപ്പോൾ എൻ്റെ നീ ഇപ്പം ഇങ്ങനെ നടന്നിട്ടൊന്നും കാര്യമില്ല, എന്തെങ്കിലും ഒരു തൊഴിൽ വേണം. അപ്പോഴൊക്കെ വളരെ തുച്ഛമായ പൈസയാണ്. മേക്കപ്പ് അസിസ്റ്റൻ്റ് ആയിരുന്നാലും ഈ പറഞ്ഞ പോലെ വളരെ തുച്ഛമായ പൈസയ്ക്കാണ് നിൽക്കുന്നത്. അപ്പോൾ ശരി, അങ്ങനെയാണ് മേക്കപ്പ് അസിസ്റ്റന്റ് പഠിക്കുക എന്നുള്ള രീതിയിൽ മണികണ്ഠൻ്റെ കൂടെ അസിസ്റ്റൻ്റ് ആവുന്നത്.
അത് അല്ലാതെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ പോയി പഠിച്ചിട്ടില്ല, ഒരു ഡിപ്ലോമ അതിനുള്ള ഒന്നും അങ്ങനെ കോഴ്സൊന്നും ചെയ്തിട്ടില്ല ഇന്ന് വരെ ഞങ്ങൾ ചെയ്തിട്ടില്ല. ഞാനൊരു കോഴ്സിൽ അറ്റൻഡ് ചെയ്തിട്ടില്ല. പിന്നെ ഈ സ്പെഷ്യൽ വർക്കൊക്കെ കുറച്ച് ഈ പറഞ്ഞ പോലെ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ നോക്കി പഠിക്കാറുണ്ട്. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ അടുത്ത സിനിമകൾ പിന്നെ മണികണ്ഠൻ്റെ കൂടെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു 12 വർഷം അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തു. അപ്പോൾ വലിയ സിനിമകളിലൊക്കെ ഒത്തിരി വലിയ പടങ്ങളൊക്കെ വർക്ക് ചെയ്തു. ആ സമയത്തൊക്കെ നല്ല ഒത്തിരി വീട്ടിലൊക്കെ വരാൻ സമയമില്ലാത്ത ലാൽ സാറിന്റെ പടം, മമ്മൂട്ടി സാറിന്റെ പടം, അങ്ങനെ തമിഴ് പടം, തെലുങ്ക് പടം, അങ്ങനെ മണികണ്ഠന്റെ കൂടെ ഒരു ജേണി ആയിരുന്നു. അപ്പൊ പിന്നെ ആ സമയത്ത് നമ്മൾ ഇതിനെ പറ്റി എല്ലാം ആയി. ഒരു 2-3 പടമായപ്പോൾ തന്നെ മേക്കപ്പുമായിട്ട് ഭയങ്കര ബന്ധമായി. പിന്നെ മണികണ്ഠൻ ഇല്ലാതെ നമ്മൾ മാനേജ് ചെയ്യാനായി. അപ്പൊ അങ്ങനെയൊക്കെ ഒരു ബന്ധമായപ്പോഴാണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് പടം കിട്ടുന്നത്. അവിടെ റഷീദ് പാറയ്ക്കൽ എന്ന് പറഞ്ഞ ഡയറക്ടർ ചെയ്ത സമീർ എന്നുള്ള മൂവി അങ്ങനെ ഇൻഡിപെൻഡന്റ് ആയി. അതിലെന്തെങ്കിലും പരീക്ഷണ രീതിയിൽ ഇല്ല, അതിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന് മുമ്പേ ഇതിനോട് ചെറിയ നമ്മൾ സുഹൃത്ത് ബന്ധങ്ങളിലേക്കുള്ള കുറച്ച് ചെറിയ പടങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഏക് ദിൻ എന്ന് പറയുന്ന സിനിമ, ഏക് ദിൻ അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വിഷ്ണു എന്ന് പറഞ്ഞ ഡയറക്ടർ ചെയ്ത ഉണ്ണിമൂന്തൻ സാർ അഭിനയിച്ച പടം. ആ പടം റിലീസായില്ല, പക്ഷെ ഫെസ്റ്റിവലിനായിട്ട് പോകുന്ന ഒരു പടമായിരുന്നു. അതിനാണ് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടുന്നത്. ആദ്യമായിട്ടൊരു അംഗീകാരം കിട്ടുന്ന പടം അതാണ്. അതെ, മികച്ച മേക്കപ്പ് മാൻ എന്നുള്ള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ തീരുമാനിച്ചു നമുക്ക് മേക്കപ്പിൽ തന്നെ എന്തോ ഉണ്ട്, ഇതിൽ തന്നെ നിൽക്കുക. അതുവരെ എനിക്കൊരു ചലനം ഉണ്ടായിരുന്നു, ഡയറക്ഷൻ ചെയ്യണോ, അഭിനയിക്കണോ, ഈ മേക്കപ്പിൽ നിൽക്കണോ എന്നുള്ളൊരു ചലനം ആ സമയം വരെ ഉണ്ട്. അതിനിടയ്ക്ക് ഞാനൊരു ഷോർട്ട് ഫിലിം ഡയറക്ടർ ചെയ്തു. ഡയറക്ഷന് ഭയങ്കര താല്പര്യമുള്ള ആളാണ് ഞാൻ, അതിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ ഡയറക്ഷൻ ചെയ്തു, അതിന് ഒത്തിരി അവാർഡുകൾ കിട്ടി. ഡയറക്ടർ സിദ്ധിസാറായിരുന്നു അത് പ്രൊമോഷൻ ചെയ്തൊക്കെ. അപ്പോൾ അങ്ങനെ ഒരു മനസ്സിൽ ഒരു ഡയറക്ഷനും ഉണ്ട്. ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടിയ ശേഷമാണ് ഡയറക്ടർ ബിപിൻ ദാസ് സാറിൻ്റെ, ഇപ്പം ജയജയഹയും ഗുരുവായൂരമ്പലയൊക്കെ ചെയ്ത ഡയറക്ടറായിട്ട് മീറ്റ് ചെയ്യണതും ജയജയഹ എന്ന സിനിമ കൺമിറ്റ് ചെയ്യുന്നതും അതൊരു വലിയൊരു വിജയമായിരുന്നു. ആ വിജയം നമ്മളെ പിന്നെ അങ്ങനെ വാനോളം വളർത്തിയിട്ടാണ് തുടർന്ന് കുറേ പടങ്ങൾ, നല്ല വലിയ വലിയ പടങ്ങളും വലിയ വലിയ ആൾക്കാർ നമ്മളെ സമീപിച്ചു തുടങ്ങിയതും. ജയഹേല എങ്ങനെയായിരുന്നു? ജയജയഹ ഈ പറഞ്ഞ പോലെ ബിപിൻ ദാസ് നമ്മുടെ ബേസിലേട്ടനെ ഞാൻ ആ പടത്തിലാണ് പരിചയപ്പെടുന്നത്, ദർശനെ പരിചയപ്പെടുന്നത്. അതിൽ നമ്മൾ ബേസിലേട്ടനൊക്കെ ഇടി കൊള്ളുന്ന പഞ്ചിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കുറെ ശ്രദ്ധിക്കപ്പെട്ടു ആ സമയത്ത്. അതും ഈ പറയുന്ന പ്രോസറ്റിക് ഉണ്ടാകുന്ന സിൽക്കോണിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോഴും ഞാൻ ഈ സമയത്തും ആ സിൽക്കോണിലെ വർക്കുകളൊക്കെ ചെയ്യുന്ന സമയമാണ്. ഈ ബിപിൻ ദാസിന്റെ അന്താക്ഷരി എന്നുള്ള വെബ് സീരീസ് നടക്കുമ്പോഴും ഈ പറയുന്ന പോലെ കൈ ഉണ്ടാക്കുക, കാലുണ്ടാക്കുക, ആദ്യം ആ സിനിമയിലൊക്കെ ഉണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ്, കാരണം ഇതിന് സഹായിക്കുന്ന അപ്പോഴൊന്നും ആരുമില്ല, കാരണം നമ്മൾ അത്ര പോപ്പുലർ അല്ല സഹായിക്കാൻ. അന്താക്ഷരി വെബ് സീരീസ് ക്ലെയിമാണ്. അതിൽ വിരലുണ്ടാക്കുക, കൈ ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്, സ്റ്റിച്ച് ഇടുന്ന പരിപാടി. അപ്പൊ അതിലൊക്കെ ഞാൻ അന്ന് ആ സമയത്തും ചെയ്തതാണ്. അപ്പം ആ ഒരു പ്രോസറ്റിക് മേക്കപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് കടക്കുന്നത് അന്താക്ഷരി എന്നുള്ള മൂവിയിൽ കൂടെയൊക്കെ ചെറിയ ചെറിയ വർക്കുകൾ, ഇങ്ങനെ ചെറിയ വിരലുണ്ടാക്കുക, അതുപോലെ തന്നെ ഈ സ്റ്റിച്ച് ഇടുന്നത്, അതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ആ സമയത്ത് കൈകാര്യം ചെയ്യുന്നത്. പഠിച്ചിട്ടുണ്ടാവില്ലേ? പഠിക്കുക വെച്ചാൽ നമ്മൾ യൂട്യൂബ് വഴി പഠിച്ച കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഈ മണികണ്ഠൻ്റെ കൂടെ വന്ന് മണികണ്ഠൻ ഈ സംഭവമൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. മണികണ്ഠൻ ആ സമയത്ത് ചെവിയും മൂക്കൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസും ഉണ്ട്. പിന്നെ റോഷൻ ചേട്ടൻ, മേക്കപ്പിലെ മായാമോഹിനിയൊക്കെ ചെയ്ത റോഷൻ ചേട്ടനാണ്. മായാമോഹിനിയും ഈ പറഞ്ഞ പോലെ പല വലിയ പടങ്ങൾ ചെയ്ത റോഷൻ ചേട്ടൻ, കമലഹാസൻ സാറ് പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പുള്ളി ഒരുമിച്ച് പഠിച്ചതാണ്. അതായത് പ്രോസറ്റിക് മേക്കപ്പ് മലയാളത്തിൽ നമ്പർ 1 ആയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തി റോഷൻ ചേട്ടനാണ്. പക്ഷെ പുള്ളി രംഗത്ത് വരുന്നില്ല എന്നാണുള്ളേ ഉള്ളൂ, പലർക്കും അറിയില്ലെന്നേ ഉള്ളൂ. ആളാണ് പല സിനിമകളിലും ഈ ദശാവതാരത്തിലുള്ള ആള് വർക്ക് ചെയ്ത ആളാണ്. അത്ര വെരി ടാലന്റ് ഉള്ള ആളാണ് റോഷൻ ചേട്ടൻ. റോഷൻ ചേട്ടനോട് ഞാൻ 1-2 പടം അസിസ്റ്റന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ മൈൻഡിൽ വെച്ചിട്ടാണ് ഞാനിത് ചെറിയ ചെറിയ വർക്കുകൾ ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ ബിപിൻ ദാസിന്റെ കൂടെ ജയജയഹെ, ഗുരുവായൂരമ്പല നടയിൽ, ഫാലിമി, ആ വാഴ വരെ നമ്മൾ ആ ഒരു ജേണിയിലെല്ലാം ബ്ലോക്ക് ഫസ്റ്റേഴ്സ് പത്രത്തിന്റെ ഒരു പതക്കത്തിലേക്ക് നമ്മൾ എത്തി. ഈ മേക്കപ്പ് മാൻ്റെ റോളിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു ആകാംക്ഷ, ഈ വലിയ സിനിമകളിൽ, അതായത് വലിയ ആളുകൾ, ഇപ്പോൾ ഗുരുവായൂർ അമ്പലനടയിൽ പറഞ്ഞപ്പോൾ ഓർത്തതാ, അതിൻ്റെ അകത്ത് ക്ലൈമാക്സിലൊക്കെ നിറച്ച ആളാണ്. ഈ ഓരോ ആളെയും പല രീതിയിലായിരിക്കും. ഇപ്പം മുഖ്യധാരയിൽ നിൽക്കുന്ന ക്യാരക്ടർ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടുന്ന മേക്കപ്പ് ആയിരിക്കില്ല ഒരു ആൾക്കൂട്ടത്തിന് വേണ്ടത്. അതെങ്ങനെയാ ഗുരുവായൂർ അമ്പലനടയിൽ എങ്ങനെ? അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ മാർക്ക് ഒരു ഫുൾ ബ്ലഡ് ആയിരുന്നു.
ഇത്രയും ബ്ലഡ് ഞാൻ പറയാം 100-200 ലിറ്റർ ബ്ലഡ് ഉണ്ടെങ്കിൽ ആ. പക്ഷെ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഗുരുവായൂരമ്പലം. അത് ഫുള്ള് മേക്കപ്പ് ആയിരുന്നു. ആ. അവിടെ നിന്ന് മേക്കപ്പ് ഇത് ബ്ലഡ് വരും. അതിന് നമ്മളിപ്പോൾ ക്ലൈമാക്സ് പറഞ്ഞില്ല, സാറ് പറഞ്ഞ പോലെ 22 ദിവസമാണ് ആ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തത്. ഓ. ഒരു ഗുരുവായൂർ അമ്പലം അങ്ങനെ സെറ്റ് ചെയ്തു. നമ്മൾ ആർട്ടായിട്ട് സുല്ലേട്ടൻ ആ ഗുരുവായൂരുള്ള അമ്പലം നേരെ എറണാകുളത്തൊരു ഗ്രൗണ്ടിൽ സെറ്റ് ഇട്ടു. ആ. ഗുരുവായൂർ അമ്പലം സെറ്റ് ഇട്ടെങ്കിൽ അവിടെയുള്ള ക്രൗഡ് നമുക്ക് 15-20 ദിവസവും 1500 ജൂനിയേഴ്സും ഈ പറഞ്ഞ പോലെ 50 ഡാൻസേഴ്സ്, കല്യാണം, അത് ആംബിയൻസ് അമ്പലത്തിൽ എങ്ങനെയാണോ നമ്മൾ ഗുരുവായൂർ അമ്പലം കാണുന്ന അതേ ആംബിയൻസ് ചെയ്യണം. അപ്പോൾ എന്നെ സഹായിക്കാനായിട്ട് ഒരു 30 പേരുണ്ടായിരുന്നു. 30-35 പേര് എൻ്റെ കൂടെ മേക്കപ്പും ഹെയർ സ്റ്റൈലും അസിസ്റ്റൻസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു പ്ലാനിങ്ങിൽ രാവിലെ 3:30 മേക്കപ്പ് തുടങ്ങും, 7 മണിക്ക് ക്രൗഡ് സെറ്റപ്പ് എല്ലാം റെഡിയാവും. 7 മണി തൊട്ട് 9 മണി വരെ ആർട്ടിസ്റ്റിനെ റെഡിയാക്കും. 9 മണി ഫസ്റ്റ് ഷോട്ടാണ് എല്ലാ ദിവസവും, ആർട്ടിസ്റ്റ് വിത്ത് ആർട്ടിസ്റ്റിനെ. അല്ല, അപ്പം ബാക്കിയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ ഈ 50 കല്യാണം ഉണ്ടല്ലോ, കല്യാണ പെണ്ണുങ്ങളെ ബ്രൈഡൽ ചെയ്യണം, ബ്രൈഡൽ ചെക്കന്മാരാക്കണം, 50 ഡാൻസേഴ്സിനെ റെഡിയാക്കണം, ഈ ആർട്ടിസ്റ്റിനെ റെഡിയാക്കാനാണ് മേക്കപ്പ്. പിന്നെ ഇതിലുള്ള ക്രൗഡ് ഉണ്ടല്ലോ, ക്രൗഡിനെ വരെ നമ്മൾ ഹാൻഡിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ അമ്പലത്തിലോട്ട് പോകുമ്പോൾ ചന്ദനം പാടില്ല, അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ചന്ദനം വേണം. അപ്പോൾ അത് മാനേജ് ചെയ്യാൻ വേണ്ടി വരെ 2 പേരെ നിർത്തിയിരുന്നത്. കാരണം അത് ബിബിൻചാന്റെ നിർബന്ധമാണത്. അത് ക്രൗഡ് കൺട്രോൾ ചെയ്യുന്ന ഡയറക്ടർമാരുടെ അസോസിയേഷൻ്റെ ഒക്കെ നിർബന്ധമായിരുന്നു. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അത് എൻ്റെ കൂടെ നിൽക്കുന്ന അസിസ്റ്റൻസിന് ഞാൻ അതിന് വേണ്ടി മാത്രം 2 പേര് നിർത്തിയിട്ടുണ്ട്. കാരണം പാസിംഗ് ഷോട്ട് വരെ നമ്മൾ നോക്കുന്നതാണ് ഐഡന്റിറ്റി, മനസ്സിലായില്ലേ? നമ്മൾ ചന്ദന കുറി വരെ വന്ന് വരുന്ന ആളും ചിലപ്പോൾ വേറെ അമ്പലത്തിൽ പോയിട്ട് വരുന്ന ആളായിരിക്കാം, ഓഫ്കോഴ്സ്. എന്നാലും നമ്മൾ പറയുകയാണ്, അങ്ങനെ ഒരു ഫോളോ അപ്പ് ഉണ്ടായിരുന്നു. ചന്ദനം ഇട്ട് ഇപ്പം തിരിച്ച് അമ്പലത്തിൽ നിന്ന് തൊഴുതു വല്ലതും ചിലപ്പോൾ ചന്ദനം ഇടാതെ വരുന്നവനായിരിക്കും. അവിടെ അങ്ങനത്തെ ഒരു ഫ്രഷ്നെസ് എപ്പോഴും നമ്മൾ അമ്പലത്തിൽ മാനേജ് ചെയ്തിട്ടുണ്ട്. അത്രയും ക്രൗഡാണ്. ശരിക്കും ആ സിനിമ കണ്ടവർക്കറിയാം, ഗുരുവായൂർ അമ്പലം കണ്ടവർക്കറിയാം, ഗുരുവായൂരും ഇതുമായിട്ട് ഒരു വ്യത്യാസമില്ലല്ലോ. ഇല്ല, മാത്രല്ല ഈ ഗുരുവായൂർ ആ കലാ സംവിധാനത്തിനൊപ്പം ഈ ഗുരുവായൂരിൽ നിന്ന് വരുന്ന ആളുകളെ മൂഡ് നമുക്ക് പൂ വെക്കണം ഡെയിലി, തലയിൽ പൂ ഡെയിലി, നല്ല പൂ മേടിക്കുമല്ലോ, 10,500 മുഴം പൂ ഡെയിലി വേണം. പൂ മാറി പിന്നെ പ്ലാസ്റ്റിക് പൂവായി, അങ്ങനെ കുറെ സംഭവം ഉണ്ടായിട്ടുണ്ട് അതില്. അപ്പൊ ഒരു വലിയ ടീം ഉണ്ടാവും. ഈ ഹെയർ സ്റ്റൈല് ചെയ്യാൻ ലേഡീസ് ഉണ്ടാവും. ലേഡീസ് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് എല്ലാം മേക്കപ്പിന്റെ ഡിപ്പാർട്ട്മെന്റിലാണ്. ഹെയർ സ്റ്റൈല്, അസിസ്റ്റൻസ്, പ്രോസറ്റിക് എല്ലാം മേക്കപ്പിന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു മേക്കപ്പ് മാന്റെ കീഴിൽ വരുന്ന ആൾക്കാർ തന്നെയാണ്. ഇവർക്കൊന്നും സെപ്പറേറ്റ് ഒരു ഡിപ്പാർട്ട്മെന്റ് ഇല്ല. പുറത്തൊക്കെ പോലെ അങ്ങനെ ഇല്ല. ഒരു മേക്കപ്പ് മാൻ എന്നുള്ള രീതിയിൽ മേക്കപ്പ് മാന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും. ഒരു മേക്കപ്പ് മാന്റെ കൂടെ നിൽക്കുന്ന അസിസ്റ്റൻസ് ആയിരുന്നാലും ഹെയർ സ്റ്റൈൽസ് ആയിരുന്നാലും നമ്മളെ കൂടെ വയ്ക്കുന്ന പ്രോസറ്റിക് വർക്കാർ നമ്മുടെ ടീം തന്നെയാണ്. ഇതിനൊരു വേർതിരിവ് അവൻ വേറെ ഡിപ്പാർട്ട്മെന്റ് ഇവർ അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഈ പ്രധാന താരങ്ങളെ കൈകാര്യം ചെയ്യുന്നതും എല്ലാം അവരുടേതായ രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. താരങ്ങൾ വരുമ്പോൾ എന്തായാലും സീനിയർ ആർട്ടിസ്റ്റ് വരുമ്പോൾ ഞാൻ പോയി തന്നെ പോകണം. അത് സീനിയർ ആർട്ടിസ്റ്റ് ഇപ്പം ജഗദീഷ് ചേട്ടനായിരുന്നാലും നമ്മുടെ ബൈ ചേട്ടനായിരുന്നാലും അവരൊക്കെ വരുമ്പോൾ എന്തായാലും പൃഥ്വിരാജ് സാറിനൊക്കെ പേഴ്സണൽ ആളുണ്ട്, പ്രമോദ് ഏട്ടനുണ്ട്, അതുപോലെ സീനിയർ ആർട്ടിസ്റ്റിനൊക്കെ പേഴ്സണൽ ആയിട്ടൊരു മേക്കപ്പ് മാൻ ഉണ്ടാവും. നമ്മൾ ആ ഫസ്റ്റത്തെ ഒരു ഗെറ്റപ്പ്, അതായത് സിനിമയുടെ ഫസ്റ്റ് ഗെറ്റപ്പ് ഉണ്ടല്ലോ. ഇപ്പൊ ഏതൊരു പടത്തിനും ഏതൊരു ആർട്ടിസ്റ്റിനും ഫസ്റ്റ് ഗെറ്റപ്പ് ഉണ്ട്. ആ ഗെറ്റപ്പ് മേക്കപ്പ് മാൻ ഡിസൈൻ ചെയ്യണം. ആ ഡിസൈൻ ചെയ്ത് നമ്മളൊരു പേഴ്സൺ നിൽക്കുന്ന മേക്കപ്പ് മാന് കൊടുത്തു കഴിഞ്ഞാൽ ഹാങ് ഓവർ ചെയ്തേ പുള്ളിയാണ് അത് മാനേജ് ചെയ്യണത്. അപ്പൊ പിന്നെ ആ ഭാഗത്തോടെ പിന്നെ നമ്മൾ പോകണ്ട. പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ വർക്ക് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ മാനേജ് ചെയ്താൽ മതി. അപ്പൊ അങ്ങനെയാണ് ഗുരുവായൂർ അമ്പലനടയിലെ എല്ലാ ആർട്ടിസ്റ്റിനും നമ്മൾ മാനേജ് ചെയ്തത്. ഈ ആർട്ടിസ്റ്റുകളുടെ ഭാഗത്ത് നിന്ന് എങ്ങനെ ഒത്തിരി പേര് നല്ല സഹകരണം. ആദ്യകാലത്ത് എന്ന് പറഞ്ഞാൽ ഈ ആ കാലമൊക്കെ മാറി. ഇപ്പൊ സിനിമയിൽ എല്ലാവരും, പണ്ട് ഞാനും കേട്ടിട്ടുണ്ട് ആർട്ടിസ്റ്റൊക്കെ ഭയങ്കര ഷൗട്ടിങ് ആണ്, ഭയങ്കര ടോർച്ചറിങ്, അങ്ങനെയൊന്നുമില്ല. ഇപ്പോഴത്തെ ഞാൻ വന്ന എൻ്റെ ഒരു ജേണലിൽ അങ്ങനെയൊന്നും എനിക്ക് വലിയ അനുഭവം ഉണ്ടായിട്ടില്ല. ഇപ്പം ചീഫായപ്പോഴും ആർട്ടിസ്റ്റ് നല്ല റെസ്പെക്ട് തരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മൾ പറയുന്നതിന് അവർ അംഗീകരിക്കുന്നുണ്ട്. ശരിക്കും ഒരു സ്പെഷ്യൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു ആർട്ടിസ്റ്റിന് സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവരെന്തെങ്കിലും അവർക്കൊരു കംഫർട്ടബിൾ ആയില്ലെങ്കിൽ അത് പിന്നെ അത് ക്യാരക്ടർ കയ്യിൽ നിന്ന് പോകും, ലാസ്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഒരു വിഗ് വെച്ചാൽ കൂടി അത് ആർട്ടിസ്റ്റ് ഒരു കോൺഫിഡൻ്റ് ആവണം. നമ്മളിപ്പോൾ ബൈച്ചേട്ടനല്ല, ഇപ്പം സിദ്ദിഖ് സാറിന് തന്നെ ഒരു വിഗ് വെച്ച് കഴിഞ്ഞാൽ അവർ കോൺഫിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ പകുതി ജോലി കഴിഞ്ഞു. അതിലെന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴാണ് പിന്നെ മൊത്തം പ്രശ്നമാണത്. നമ്മളത് ചെയ്യുന്ന ജോലി ക്ലിയർ ആക്കുക. ജഗദീഷ് വലിയ വെല്ലുവിളി ആയിട്ടുണ്ടല്ലോ എല്ലാ സിനിമയിലും. അതെ, ഞാനിപ്പോ അടുത്ത് ചെയ്ത മുഖ്യ പടത്തിൽ ചെയ്തിട്ടുണ്ട്, ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പടത്തിലും ചെയ്തിട്ടുണ്ട്. ജഗദീഷ് ചേട്ടനുണ്ട്. ജഗദീഷ് ചേട്ടൻ നമ്മളുമായിട്ട് ഭയങ്കര ബന്ധമാണ്. ബന്ധമെന്ന് പറഞ്ഞാൽ 2 ഹരിഹരനഗർ ഞാൻ വർക്ക് ചെയ്ത പടം വർഷങ്ങൾക്ക് മുമ്പ്. അപ്പം മുതൽ എന്നെ അറിയാം.
അതിനുശേഷം കുറേ പടങ്ങൾ ഇങ്ങനെ അടുപ്പിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചീഫായപ്പോഴും അറിയാം. അപ്പോൾ നമ്മളൊരു ഓപ്ഷൻ, ഒരു ക്യാരക്ടറിൻ്റെ ഓപ്ഷൻ, ഇപ്പോൾ ഫാലിമിയിൽ തന്നെ മുട്ടയടിക്കുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ ലാസ്റ്റ്. അപ്പോൾ അത് ആളിന് ഭയങ്കര മുട്ടയടിക്കുന്ന പറയുമ്പോൾ ഭയങ്കര ആദ്യം ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു. കാരണം പല പടത്തിൻ്റെ കണ്ടിന്യൂറ്റിയാണ് മുടി. അപ്പം ഞാൻ ഈ പടത്തിൻ്റെ ഒരു ആ ബ്രീത്ത് നമ്മൾ പറയുമ്പോൾ തന്നെ ഒരു ഫീലിംഗ് പറയുമ്പോൾ തന്നെ ഇപ്പോൾ മോൾഡ് ഗ്യാപ്പ് എന്നുള്ള സാധനമുണ്ട്. നമ്മൾ മുട്ടയടിക്കാതെ തന്നെ മോൾഡ് ഗ്യാപ്പാക്കിയ മുട്ടയാക്കാം. അപ്പോൾ ആ ഒരു സംഭവം ചെയ്യണതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ആ ചെയ്യുമ്പോൾ ഉള്ളൊരു ആർട്ടിസ്റ്റിൻ്റെ കോൺഫിഡൻറ്റും മുട്ടയടിക്കുമ്പോഴുള്ള കോൺഫിഡൻറ്റ് വേണ്ട. അപ്പോൾ ജഗദീഷേട്ടൻ ഉദ്ദേശിച്ചത് മുട്ടയടിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒന്നും കൂടി ഗംഭീരം. അങ്ങനെ അത് മുട്ടയടിക്കാൻ തീരുമാനിച്ചു, സ്വയം തയ്യാറായി. ആളപ്പം പറയുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ട് മുട്ടയടിച്ചത്. കാരണം നമ്മൾ പറയുന്നതിന്റെ ഒരു അതെ അതെ തീർച്ചയായും ഭയങ്കര ഭംഗിയായിരുന്നില്ലേ ആ ഒരു ക്യാരക്ടർ. നമ്മൾ എത്തൊക്കെ ഒരു ഇപ്പൊ മോൾഡ് ഗ്യാപ്പ് വെച്ചാലും അത്ര ഒറിജിനൽ അത്ര വരുന്നത് എന്തായാലും ഒരു CG ടച്ച് ചെയ്യേണ്ടി വരും. അപ്പൊ പിന്നെ നമ്മൾ അതിനേക്കാളും നല്ലത് മുട്ടയടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയ. പക്ഷെ മുട്ടയടിച്ചു പിറ്റേ ദിവസം മുടിയുള്ള സീനും വേണം. ശരി. അതൊരു ടാസ്ക് ആയിരുന്നു. അത് ആ സിനിമയിൽ ഒരാൾ പോലും അറിഞ്ഞിട്ടില്ല. മാത്രമല്ല അതിന് തലേന്നാളുള്ള മുടി അതേപോലെ വേണമല്ലോ. അതായത് മുട്ടയടിച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം മുടിയുള്ള സീന് വേണം. കാരണം അങ്ങനെയാണ് അവർ പ്ലാൻ ചെയ്തത്. അപ്പൊ രണ്ടും ടാസ്ക് ആയിരുന്നു. ഞാൻ ആളുടെ എങ്ങനെയാണെന്നോ ഗെറ്റപ്പ് എന്നുള്ള രീതിയിൽ ആ സെയിം സാധനം വിക്ക് ചെയ്യിപ്പിച്ചു. നമ്മളെ ചെന്നൈയിൽ ആനന്ദനെ കൊണ്ട് ചെയ്യിപ്പിച്ചു. മുട്ടയടിച്ചു പിറ്റേ ദിവസം തന്നെ ഇത്രയും മുടിയായിട്ട് പുള്ളി അഭിനയിക്കുകയും ചെയ്തു. അത് ഭയങ്കര ഒരു രസമുള്ളൊരു എന്താ പറയുക ടാസ്ക് പരിപാടി എന്ന് വെച്ചാൽ അത് ഭയങ്കര അത്രയും ഭംഗിയായിട്ട് നമുക്ക് കിട്ടണം. അത് കോൺഫിഡന്റ് വേണം, എങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മൂപ്പരയിലൊരു ഡെസ്പായ ഒരു മനുഷ്യനല്ലേ, പഴയ ട്രെയിൻ ട്രാവലിംഗിൽ തന്നെ കണ്ടില്ലേ, ആ ഒരു ട്രാവൽ ചെയ്യുന്നതിന്റെ മൂഡ് നമ്മൾ ശരിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഇറങ്ങി ക്ഷീണിച്ച് കഴിച്ച് വട തിന്നാനൊക്കെ ഇറങ്ങി ആ ഒരു ഫീലിംഗ് എങ്ങനെയാണോ ആ മുഖത്തും ആ ക്ഷീണവും സാധനങ്ങളെല്ലാം നമ്മളത് ഈ വാസിലിനൊക്കെ ഒരുപാട് മുഖത്തിടും. അപ്പോൾ ആ ഒരു ശരിക്കും ആ ഒരു ടയർഡ്നെസ് കിട്ടും. അതൊക്കെ നമ്മളിങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോയതാണ്. എൻ്റെ വേറൊരു സംശയം, ഇങ്ങനെ ഈ നടന്മാരൊക്കെ അവരുടെ ജീവിതം എന്ന് പറയുന്നത് ഈ ഇതാണല്ലോ, ബോഡിയാണല്ലോ. ഈ മേക്കപ്പിൽ ഇങ്ങനെ ഇത് പ്രശ്നമാവോ എന്നൊക്കെയുള്ള ആശങ്കയുള്ള ആൾക്കാരുണ്ടാവില്ല. നമ്മൾ ചെയ്യുന്നത് പെർഫെക്റ്റ് ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽ പ്രശ്നമുണ്ടോ, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അത് പക്ഷെ വിശ്വാസത്തിലെടുക്കണം. ഈ പുതിയതായിട്ട് വരുന്ന കുറച്ച് ആൾക്കാരുടെ ഡൗട്ടാണത്. ഈ സീനിയർ ആർട്ടിസ്റ്റ് ഒന്നും അങ്ങനെ വരാൻ പറ്റില്ല. കാരണം അവരൊക്കെ വർഷങ്ങളായിട്ട് ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. അവർ വരുമ്പോൾ തന്നെ അറിയാം വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വരില്ല. പിന്നെ അങ്ങനെ ഈ ഒരു മേക്കപ്പ് മാൻ എന്നുള്ള രീതിയിൽ ഈ പ്രോഡക്റ്റ് മെയിനായിട്ട് നമ്മൾ നോക്കണം. ഈ പറയുന്ന ലോക്കൽ പ്രോഡക്റ്റ് ഒക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം ഇതിനിപ്പോൾ ഈ പല പരസ്യത്തിലും കാണുന്നത് പോലെ അല്ല. ഈ ഭയങ്കര ബ്യൂട്ടി പ്രോഡക്റ്റ് ഒക്കെ പരസ്യത്തിൽ കാണുന്നത് ഉപയോഗിക്കും. പക്ഷെ അതൊന്നും നമ്മൾ എങ്ങനെയാണെന്ന് നമുക്ക് അതിനെന്താണ് കണ്ടന്റ് ഉപയോഗിക്കുന്നത്, എന്താണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നമ്മൾ നോക്കിയ ശേഷമേ ഉപയോഗിക്കൂ. ഓരോ സ്കിന്നിനും ഓരോ സ്കിൻ ടോണുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വെറുതെ ഒരാളെ ഭംഗി കയറ്റാൻ വേണ്ടിയിട്ട് കുറേ സാധനം ഇട്ടിട്ടൊന്നും കാര്യമില്ല. നമ്മൾ എന്താണോ മൈനോട്ടായിട്ട് ഒരു സ്കിന്നിൽ പ്രശ്നം അത് മാത്രം മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഈ ഫാലിമി കഴിഞ്ഞിട്ട് ഇവിടെ തുടങ്ങിയപ്പോഴാണ് വാഴയും ജഗദീഷേട്ടുണ്ട്. വാഴയിൽ മൂന്ന് നാല് ഗെറ്റപ്പ് ഉണ്ട്. അതിൽ എല്ലാ സീനിയർ ആർട്ടിസ്റ്റിനും 3-4 ഗെറ്റപ്പ് ഉണ്ട്. അതുപോലെ തന്നെ പയ്യന്മാരും പല തലമുറയിലോട്ട് മാറി. അത് ഈ പറഞ്ഞ പോലെ ഏജ് മാറുന്നതിനനുസരിച്ച് ശരീരവും മാറണം. അപ്പം ശരീരം മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാനൊന്നുമില്ല. ഷെഡ്യൂൾ ബ്രേക്ക് എടുക്കുക, ഡയറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ 3 ഷെഡ്യൂൾ ബ്രേക്ക് എടുത്തിട്ടാണ് ആ പടം തീർത്തത്. അപ്പോൾ അതിൽ അഭിനയിച്ചിരുന്ന ഷിജു ആയിരുന്നാലും ജ്യോതി ആയിരുന്നാലും എല്ലാവരും കഷ്ടപ്പെട്ടു. കാരണം എല്ലാവരും കഷ്ടപ്പെടാൻ കാരണം ഇത് ഒറ്റ ഷെഡ്യൂൾ 2 ഷെഡ്യൂൾ പ്ലാൻ ചെയ്ത പടം പെട്ടെന്ന് ഗുരുവായൂരമ്പലം ബ്രേക്കായ ടൈമിലാണ് ഇത് തുടങ്ങിയത്. രാജു സാറിന്റെ കാലിന് ചെറിയ പ്രശ്നം വന്നിട്ട് ഇത് റെഡിയായി വന്നപ്പോഴേ രാജു സാർ റെഡിയായി. അപ്പൊ പിന്നെ ഇവന്മാർ പിന്നെയും തടി വെക്കണം. ആ ഗുരുവായൂരമ്പലം കണ്ടിന്യൂ പോകണം. ആ ഗുരുവായൂരമ്പലം തടി വെച്ചിട്ട് പിന്നെയും പഴയതുപോലെ മെലിയണം. അപ്പൊ അവർക്ക് ഭയങ്കര ടാസ്ക് പരിപാടിയായിരുന്നു. എനിക്ക് അത് നമുക്ക് സ്കൂൾ കാലവും അമര ശരിക്കും 15 വയസ്സ് മുതൽ 10ാം ക്ലാസ് മുതൽ 26 വയസ്സ് വരെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഈ 4 പേര്. പിന്നെ ഈ പ്രായത്തിന്റെ വ്യത്യാസം വരുമ്പോൾ ആ കാലത്തെ ഹെയർ സ്റ്റൈലൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. പിന്നെ എല്ലാ റെഫറൻസ് നമ്മൾ എടുക്കണം. റെഫറൻസ് എല്ലാം മാറും. എങ്ങനെയാണോ എങ്ങനെ അത് ആ പടം കണ്ടവർക്കറിയാം. വാഴ കണ്ടവർ അവരുടെ കുട്ടിക്കാലം ചെയ്യുന്ന പയ്യന്മാരല്ലേ, ആ കാസ്റ്റിങ്ങിലൂടെ ഞാൻ പോയിട്ടുണ്ട്. നമ്മളെ ഡയറക്ടർ വിളിക്കും. കാരണം ആ ഒരു കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അവരുടെ അപ്പിയറൻസിന് ഒത്ത ഒരു കുട്ടികൾ വേണം. അവരുടെ ഹെയർ സ്റ്റൈല് അങ്ങനെ നമ്മൾ മാനേജ് ചെയ്താലേ നമുക്ക് ആ ഒരു
ജയന് കിട്ടും. കറക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു അത്. അതെ അതെ അതെ. ആ സോങ്ങിലേക്ക് കണ്ടറിയാം. ഭയങ്കര ഫ്രഷ്നെസ് അതെ ആണല്ലോ. അപ്പം ഇവിടെ നിന്ന് നേരെ ആ ഫോളോ ചെയ്ത് പോകുമ്പോൾ ഒരു ചെറിയൊരു സംഭവം വേണം. അതിന് വേണ്ടിയിട്ട് ഓഡീഷന് ഞാൻ പോകാറുണ്ട്. ഓഡീഷനൊക്കെ ഞാൻ പോകാറുണ്ട്. അത് ശരി. അപ്പൊ ഈ ഓഡീഷൻ സമയത്തെ നമ്മൾ പിന്നാലെ ഉണ്ടാവും. അതെ അതുണ്ടാവും. നമുക്കിവിടെ ഒരു ഓപ്ഷൻ തരും. അപ്പോൾ ഡയറക്ടറും കൂടെ വിളിച്ചിട്ടാ പോകുന്നത്. അപ്പോൾ അങ്ങനെ പുതിയ സിനിമ ആ നിലയിൽ മാറിയിട്ടുണ്ട്. തീർച്ചയായും ഞാൻ കേട്ടിട്ടുണ്ട് ഈ മമ്മൂട്ടിയുടെ സിനിമ സെലക്ഷനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. മൂപ്പര് കഥ കേൾക്കുന്നത് ഈ തിരക്കഥാകൃത്തോ സംവിധായകനോ ഒറ്റക്കല്ല. മൂപ്പര് മേക്കപ്പ് മാൻ മുതൽ എല്ലാവരെയും വിളിച്ചിട്ടാണ് കഥ പറയാം. അതെ അതെ. പലരുടെയും ചിന്താഗതി വേറെയാണ്. അപ്പൊ അവരുടെ ഓരോ ഓപ്ഷൻ എടുക്കും. ഇപ്പം ഞാൻ ഓഡീഷന് പോകുമ്പോൾ ഡയറക്ടർ ഇപ്പൊ സെലക്ട് ചെയ്താൽ നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട്, അതെങ്ങനെയാണ് നമ്മുടെ ക്യാരക്ടറിന് പറ്റിയ ആളാണോ, നമ്മുടെ ആ ക്യാരക്ടറിന് പറ്റുന്ന ഫീലിംഗ് ഒരു അപ്പിയറൻസ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മളത് ജെന്യൂൻ ആയിട്ട് പറയുക എന്നുള്ളതാണ്. അത് നമ്മൾ ഓക്കെ ആണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ ഇല്ല, എന്താണ് പ്രശ്നം എന്നുള്ള പറയുക. അത് ഇത് ഓക്കെ ആയിക്കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയുക. അത് പല ഈ മീറ്റിങ്ങിൽ കൂടെയാണ് ഒരു സിനിമ ഉണ്ടാകുന്നത്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഈ വിപിൻ ദാസിന്റെ സിനിമ പ്രധാനപ്പെട്ട ഒരാളാണ്. അതെ, ബിപിൻ ചേട്ടന്റെ എല്ലാ പടവും. വാഴ കഴിഞ്ഞിപ്പോ വാഴ 2 സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അത് കഴിഞ്ഞാൽ വേറൊരു പടം ഇങ്ങനെ അനൗൺസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഫൈനൽസിലായില്ല. വാഴ 2 ആണ് ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് തുടങ്ങാൻ പോകുന്നത്. ശരി. ഈ വാഴ കഴിഞ്ഞ് നേരെ നമ്മള് മാർക്കോയില്ല, അതിന് മുന്നേ ആണോ മാർക്ക് ചെയ്തത്? വാഴ കഴിഞ്ഞ് മാർക്ക് സ്റ്റാർട്ട് ചെയ്തു. വാഴ കഴിഞ്ഞു പിന്നെ വേറൊരു പടം പൊന്മാൻ എന്നുകൊണ്ട് ബേസിൽ ജോസഫ് വരാനുള്ള പടം അത് തുടങ്ങി. ജ്യോതിശങ്കർ ആർട്ട് ഡയറക്ടർ ആ പുള്ളി ചെയ്യുന്ന അത് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നതാണ് മാർക്കോയിലോട്ട് ചോദിച്ചു. മാർക്കോ എടുത്ത സമയത്ത് പിന്നെ വേറെ പടം ഒന്നും കമ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. കാരണം ത്രൂ ആയിട്ടായിട്ട് നമ്മൾ മാർക്കോയിൽ വേണം. കാരണം ആ ഡയറക്ടർ സാറോട്, അനീഫ് സാറിനോട് ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അനീഫ് സാറിന് ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, വേറെ വർക്കിലൊന്നും പോകാതെ ഫുൾ ടൈം സെറ്റ് വേണം. അപ്പോൾ പുള്ളി നേരത്തെ ചെയ്ത വർക്കിലൊക്കെ എന്തോ അങ്ങനത്തെ ഇഷ്യൂസ് ഉള്ള കാരണം ഫുൾ ടൈം സെറ്റിൽ വേണം എന്നുള്ളൊരു ഡിമാൻഡ് വെച്ചു. പിന്നെ അതും പോയിട്ട് എല്ലാ ഷോട്ടിലും സുധീര നേതൃത്വം വേണം എന്നുള്ളത് ഞാൻ മോണിറ്ററോടെ തന്നെ ഉണ്ട്. കാരണം നമുക്കത് അത്രയും കംപ്ലീറ്റ് ബ്ലഡും പരിപാടിയൊക്കെ എന്റെ കൂടെ നിൽക്കുന്ന അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ കൂടിയും എന്തെങ്കിലും ഒരു ഷോട്ടിന് പ്രശ്നം വന്ന് അപ്പം വിളിക്കുന്നവർ സുധിയ വരുമോ. അപ്പൊ നമ്മൾ എന്തായാലും ഇവിടെ വേണം. അപ്പൊ അത് കാരണം ഞാൻ ഫുൾ ടൈം മാർക്കിലുണ്ടായിരുന്നൊരു പടമാണ്. വേറെ ഒന്നും നീങ്ങിയില്ല. കാരണം മാർക്കോ ഷൂട്ട് തുടങ്ങുന്നതിന് 1 മാസം മുമ്പേ ഞാൻ വർക്ക് തുടങ്ങി. മാർക്കോയിലേക്ക് വരുമ്പോഴുള്ള പ്രിപ്പറേഷൻ എങ്ങനെയാ? അതിന്റെ നേരത്തെ കാര്യങ്ങൾ തീരുമാനിച്ചോ? അതെ ഞാൻ പറഞ്ഞു, ഇപ്പം ഡയറക്ടർ അനീഫ് സാർ സംസാരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു പ്ലാനിങ് ആയപ്പോൾ തന്നെ ഞാൻ എന്താ ഷൂട്ട് തുടങ്ങുന്നതിന് 1 മാസം നമ്മൾ വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു. കാരണം ഇതിൽ കുറച്ചധികം വർക്ക് ഉണ്ട്. നമ്മളിപ്പോൾ ഈ ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയത്ത് പോയിട്ട് ചെയ്യാനുള്ള വർക്കല്ല. അപ്പോൾ അധികം ഒന്ന് ഒരു വർക്ക്ഷോപ്പ് എടുത്ത് നമ്മൾ അതിനുള്ള പ്ലാനിങ്, ഈ മോൾഡ് വർക്ക്, ഈ ആർട്ടിസ്റ്റിന് തന്നെ ഈ ജഗദീഷ് ചേട്ടൻ്റെയും ഈ കബീർ സിംഗിൻ്റെയും അതുപോലെ തന്നെ പല ആൾക്കാരുടെയും ഈ ശരീരഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റുന്നതുകൊണ്ട് കാരണം അവരുടെ കൈയിൻ്റെ ഡൈയും തലയുടെ ഡൈ ഒക്കെ സെയിം ആയിരിക്കണം. അപ്പം അവരുടെ ജഗദീഷ് ചേട്ടൻ എവിടെയാണോ ഉള്ളത് അവിടെ പോയി ആളെ കാണുക, ആളുടെ കൈ എടുക്കുക, കൈയിൻ്റെ ഡൈ എടുക്കുക, അങ്ങനെ കുറേ ജോലികളുണ്ട് ഷൂട്ടിംഗ് തുടങ്ങുന്ന മുമ്പേ തന്നെ. അതുപോലെ കബീർ സിംഗ് ബോംബെയിലാണ്. അപ്പോൾ ബോംബെയിൽ നിന്ന് ആളെ ഞാൻ കൊച്ചി 28 വരുത്തി ഇതിന് വേണ്ടിയിട്ട്. വന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി ആ ഹെഡിൻ്റെ മോൾഡ് എടുത്ത് തിരിച്ചു പോവുകയും ചെയ്തു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൾ വരികയും ചെയ്തു. ഹെഡ് ഉണ്ടാക്കുന്നതിൻ്റെ മോൾഡ് എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി പുള്ളി വന്നു. അങ്ങനെ പല ആർട്ടിസ്റ്റിനെയും പോയി ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ ഞാൻ പോയി കാണും. ഇപ്പോൾ ഒരാൾക്ക് വിഗ് വെക്കണമെങ്കിൽ കൂടി വിഗ് വെക്കണമെങ്കിൽ തന്നെ ഞാൻ അത് വിഗ് വെക്കുമ്പോൾ ആളുടെ വീട്ടിൽ പോയിട്ട് മെഷർമെൻ്റ് എടുത്ത് വിഗ് സെറ്റ് ചെയ്ത് ഷൂട്ടിങ്ങിന് വരുന്ന മുമ്പേ നമ്മളവിടെ ഓൾറെഡി സെറ്റ് ആക്കണം. ഷൂട്ടിങ് വന്നിട്ടാണ് ഇത് കറക്ഷൻ തീക്കുന്നത് ഞാൻ ഷൂട്ടിംഗ് ബ്ലോക്ക് റെഡി ആക്കണം. ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ റെഡി ആയിരിക്കണം. കാരണം നമ്മുടെ വഴിയിൽ നിന്നൊരു ഡിലേ വരാൻ പാടില്ല. അതുപോലെ തന്നെ അത് ആർട്ടിസ്റ്റിന് കംഫർട്ട് ആയാലും ഇപ്പോൾ ലൊക്കേഷനിൽ വന്നിട്ടാണ് ഒരു വിഗ് വെച്ചിട്ട് അയ്യോ അത് റെഡിയല്ലെന്ന് പറഞ്ഞാൽ ഷൂട്ടിങ്ങിനെ ബാധിക്കും, ആർട്ടിസ്റ്റിനെ ബാധിക്കും. അപ്പോൾ അതിന് മുമ്പേ നമ്മളൊരു എല്ലാം നേരത്തെ പ്ലാൻ ചെയ്യുക. അതുപോലെ പ്ലാൻ ചെയ്താണ് മാർക്കോയിൽ നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്തു. ഫൈറ്റ് സീൻ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ഓൾറെഡി എല്ലാം റെഡിയാണ്. പക്ഷെ ഷൂട്ടിങ്ങിന്റെ പേരലിലും ബാക്കി പണി നടക്കുകയാണ്. കാരണം 1 മാസം കൊണ്ടൊന്നും ഇത്രയും സാധനങ്ങൾ തീരില്ല. കാരണം ഒരു കൈ ഉണ്ടാക്കിയെടുക്കാൻ മിനിമം ഒരു 10 ദിവസം വേണ്ടി വരും. അതായത് അതിൻ്റെ ഗ്രോത്ത് സ്റ്റിച്ച് ചെയ്യണതും കളറും പരിപാടി എല്ലാം ചെയ്യണതിനൊക്കെ ഒരു 10-12 ദിവസം വേണ്ടി വരും. 2-3 പേര് ഇരുന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് പണിയുണ്ട്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വേണ്ടത് എന്താണോ, നമ്മൾ മൂന്നാർ നമുക്ക് ഇതൊക്കെ വേണമെന്നത് അസോസിയേറ്റ് സമന്തേട്ടനെ ചോദിച്ചിട്ട് പ്ലാനാക്കി. കാരണം ഇതിൻ്റെ മാർക്കോയുടെ ഒരു മെയിൻ പ്ലാൻ ഉണ്ടാക്കുന്ന അസോസിയേറ്റ് സമന്തകൻ ചേട്ടനാണ്. അപ്പോൾ സമന്തകൻ ചേട്ടൻ പറയുന്ന അനുസരിച്ചാണ് നമുക്ക് നീങ്ങുള്ളൂ. അപ്പോൾ സമന്തകൻ ചേട്ടൻ്റെ അടുത്ത് ഞാൻ ആദ്യമേ ചോദിക്കും മൂന്നാർ എന്തൊക്കെയാണ് ഫസ്റ്റ് വേണ്ടത്. അപ്പോൾ അവിടെ വേണ്ടത്
ഈ ഫൈറ്റേഴ്സിന്റെ കൈ, ആ, ഈ പറഞ്ഞ പോലെ മറ്റവൻ്റെ ഹെഡ്, ഈ കഴുത്ത്, അതുപോലെ അങ്ങനത്തെ ആവശ്യം അവിടെ എന്താണ് ആവശ്യം അത് നമ്മൾ ആദ്യമേ റെഡിയാക്കുക. ആ. പിന്നെ ആ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇരുന്ന് അടുത്ത എറണാകുളത്തോട്ട് പോകേണ്ട സാധനങ്ങൾ അവിടെ നിന്ന് തുടങ്ങുക. ഇത് പിന്നെ നമ്മുടെ ഈ ശരീരത്തിൽ നിന്ന് വെട്ടിമാറ്റുന്ന ഒരു അതെ അതെ അവയവമായി മാറുമല്ലോ. മാറും. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെ? ഈ മെഡിക്കൽ മേഖലയിലെ ആളുകളൊക്കെ ചോദിക്കുമോ ബാക്കി? ഇല്ല, അതിന്റെ റെഫറൻസുകൾ നോക്കാറുണ്ട്. മെഡിക്കൽ അതങ്ങനെ ചോദിക്കാൻ പറ്റില്ല, കാരണം ഇത് എങ്ങനെയാണ് വെട്ടണമെന്ന് പറയാനില്ലല്ലോ, ആക്ഷൻ അല്ലേ. അപ്പോൾ നമ്മൾ അതിന്റെ റെഫറൻസുകൾ സാധാരണ എടുക്കാറുണ്ട്. കൈ കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം അതിൽ നിന്ന് വരുന്ന ബ്ലഡ് സോഴ്സ് എങ്ങനെയാണോ, ബ്ലഡ് അതെങ്ങനെയാണോ, കളറും കാര്യങ്ങളൊക്കെ നമ്മൾ റെഫറൻസ് നോക്കാറുണ്ട്. പക്ഷെ ഇത് നമ്മൾ ഇപ്പോൾ ഈ നമ്മുടെ ആ സിനിമ കണ്ടവർക്കറിയാം, അൻവർ എന്ന് പറഞ്ഞ വ്യക്തിയുടെ കൈ നമ്മൾ ഫുൾ കൈ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കൈ ഫുൾ നമ്മൾ പ്രോസറ്റിക് കയ്യിൽ ഉണ്ടാക്കിയിട്ടാണ് ഫുൾ ലൈവായിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നത്. സാധാരണ നമുക്ക് ഒറിജിനൽ കൈ ബാക്കിലോട്ട് വെക്കുക ചെയ്യുക, ബാക്കിലോട്ട് വെച്ചിട്ടായിരിക്കും നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ അത് ഫുൾ ഫിറ്റ് ചെയ്തിട്ട് അതങ്ങനെ ചെയ്ത്, പക്ഷേ സെൻസറിങ്ങിൻ്റെ ഈ പ്രശ്നം കാരണം അത് ലൈവ് കട്ട് ചെയ്യുന്നത് മാറ്റിയിട്ട് ഫുൾ കൈ എടുക്കുന്നത്. അത് നമ്മൾ ഓൺ കയ്യിലാണെങ്കിൽ ഇപ്പോൾ CG പരമായിട്ടും കട്ട് ചെയ്യണത് എടുക്കാം. അതിൻ്റെ ഒരു ഡിഫറൻറ്റ് ഉണ്ട്. CG പരമായിട്ട് ഇപ്പോൾ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. നമുക്കിതിൽ മാക്സിമം CG കുറയ്ക്കുക എന്നുള്ളതിലാണ് നമ്മൾ അത്രയും പ്രോസറ്റിക്കൽ അത്രയും ഒറിജിനാലിറ്റി ആക്കിയത്, ഡീറ്റെയിലിംഗ് കാണിച്ചത്. അല്ല, അതിലെ മാറ്റം ഞാൻ പെട്ടെന്ന് നമുക്ക് ആദ്യം പറഞ്ഞ മണിച്ചിത്രത്താഴ്ന്ന് ഇങ്ങോട്ട് വരും. അതെ അതെ അതെ. ഇപ്പോൾ ആ കാലത്തെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് വലിയ രീതി ചെയ്തതാണ്. പക്ഷെ അന്നത്തെ ആ കളറും ഇന്നത്തെ കളറും വ്യത്യാസം വന്നു, അന്നത്തെ രീതി വ്യത്യാസം വന്നു അല്ലേ? ആ ക്ലൈമാക്സിലെ വെട്ടല്. അതെ അതെ, ക്ലൈമാക്സിലെ ആ വെട്ടലും ആ ഒരു കറക്റ്റ് മെഷീൻ, പിന്നെ കളറ് ചുവപ്പ് കളറ് ഇന്നത്തെ ഒറിജിനൽ ബ്ലഡിന്റെ കളറിലേക്ക് നമ്മൾ മാറിയില്ല. അതിന്റെ ഒരു അപ്ഡേഷനും ഒരു വളർച്ചയാണല്ലോ എല്ലാ ഡിപ്പാർട്ട്മെന്റും. ക്യാമറ ആയിരുന്നാലും ലൈൻസ് ആയിരുന്നാലും, പണ്ട് ഞാൻ എന്റെ സിനിമ അനുഭവത്തിൽ ഞാൻ കണ്ടോണ്ട് MH ലൈറ്റ് എന്നൊക്കെ ഒരു വലിയ ലൈറ്റ്, ആ ലൈറ്റ് ഒന്നും ഇപ്പൊ ഇല്ല. ഇപ്പോഴൊക്കെ പാർ ലൈറ്റും മറ്റേ വാം ലൈറ്റും അങ്ങനത്തെ കുറെ ലൈറ്റ് അപ്ഡേഷനായി. അതുപോലെ ക്യാമറ തന്നെ ഇപ്പോൾ റെഡ് എന്നും പല സോണി വൈഫ്സ് എന്നും പല ലെൻസുകളും പല ക്യാമറകളും ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് എല്ലാവരും മാറി, എല്ലാ ടെക്നീഷ്യൻസും അതിനുള്ള അപ്ഡേഷന് വന്നു, എല്ലാവരും അതിനനുസരിച്ച് എല്ലാ മാറ്റങ്ങൾ വന്നു എല്ലാത്തിലും. അപ്പം ഈ പറഞ്ഞ പോലെ മാറ്റത്തിനനുസരിച്ച് നമ്മൾ സഞ്ചരിക്കുക എന്നുള്ളതാണ്. ഈ സിനിമ ഇപ്പം പുറത്ത് വന്ന് ഒരു ഘട്ടം കഴിയുമ്പോഴാണ് ഈ മേക്കപ്പ് മാനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങി. സിനിമ അവസാനിക്കുമ്പോൾ സുധി വിചാരിച്ചിരുന്നു ഇങ്ങനൊരു മാറ്റം ഉണ്ടാവും എന്നുള്ളത്? പൊതുസമൂഹം ഇങ്ങനെ ചർച്ച ചെയ്യുന്ന വിചാരിച്ചു? മാർക്കോ നമ്മൾ മനസ്സിലുള്ളതാണ്, കാരണം ഇത് എന്തെങ്കിലും ഒരു ചർച്ചയാവും എന്നുള്ളത് ഉറപ്പാണ്, കാരണം അത്ര വയലൻസ് ആണല്ലോ. അല്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, നിങ്ങളെ മേക്കപ്പ് മാൻ്റെ ഒരു വിരുദ് ഈ നിലയിൽ ചർച്ച വരും. കാരണം പറഞ്ഞിട്ടുണ്ട്, കാരണം ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കളും അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും പറഞ്ഞിട്ട് ഇത് വലിയ ചർച്ചയാകാൻ പോകുന്ന വിഷയമാണ്. പല ആൾക്കാരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. കാരണം നമ്മുടെ വർക്കിൻ്റെ ഒരു ആ രീതിയും നമ്മൾ വർക്ക് ചെയ്ത് വെച്ചിരുന്ന ഡയറക്ടർ അനിം സാർ തന്നെ പല പ്രാവശ്യം പോയിട്ടുണ്ട്. കാരണം ഇത് ഇന്നെ വേറെ പൊസിഷനും കൊണ്ട് എത്തിക്കും കേട്ടോ. ആ പറഞ്ഞ വാക്കാണ് നമ്മളിപ്പോൾ ഇന്ത്യൻ മൊത്തം ചർച്ച ചെയ്യുന്നത്. കാരണം നമ്മൾ അങ്ങനത്തെ റിസൾട്ട് കൊടുത്തു കഴിഞ്ഞു. വർക്ക് നടന്നുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അതിലൂടെ ഒരു ഡിലേ വന്നിട്ടില്ല, എല്ലാം ഹെവി ആയിട്ട് ചെയ്ത് കൊടുത്തു. പണ്ടൊക്കെ നമ്മളെല്ലാം പഠിക്കുന്ന കാലത്തെല്ലാം അന്ന് വന്ന സിനിമയാണ് ഇന്ത്യൻ. അന്ന് നമ്മൾ ഈ മാഗസിനിലൊക്കെ വായിക്കും, ഹോളിവുഡിൽ നിന്ന് മേക്കപ്പ് മാൻ വന്നു, ഈ കമലഹാസന് മേക്കപ്പ്. ഒരുപക്ഷെ അതിനെ വെല്ലുന്ന തരത്തിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അല്ലേ? കേരളത്തിലിരുന്ന ഒരാൾ ചെയ്യുന്നത്. അതാണ് ഒരു ചർച്ചയായത്. കാരണം ഇത്രയും പ്രോസറ്റിക് വർക്കും ഇത്രയും വലിയൊരു എഫക്റ്റിൽ ചെയ്യുന്ന സാധാരണ പുറത്തുനിന്നാണ്. അപ്പം മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു മേക്കപ്പ് മാൻ ചെയ്തെന്ന് കേൾക്കുമ്പോൾ അവർക്കൊരു ചിലപ്പോൾ ആൾക്കാർക്ക് ഒരു അതിശയവും കൗതുകമാണ്. കാരണം ഇത് നമ്മൾ പെട്ടെന്ന് തമിഴ് സിനിമയെല്ലാം ആയിക്കൂടിയും പുറത്തുനിന്ന് വന്ന ആൾക്കാരെ ചെയ്യുന്നത്. അപ്പോൾ പുറത്തുനിന്ന് വന്ന് ചെയ്യുന്നതിൻ്റെ ഒരു എഫർട്ട് എന്ന് പറഞ്ഞാൽ മലയാള സിനിമയെ സംബന്ധിച്ച് അത് സാധ്യമല്ല. കാരണം അവരുടെ എക്സ്പെൻസ് ഭയങ്കരമാണ്. അവർ വരുന്ന ട്രാവലിംഗ് വെച്ച് നമുക്കൊരു പടം ചെയ്യാം, അത്രയ്ക്കുള്ള എക്സ്പെൻസ് ആണ് അവർ വരുന്ന ടീയും ട്രാവലിങ്ങും കാര്യങ്ങളെല്ലാം. പക്ഷേ അവർ ഉപയോഗിക്കുന്ന അതേ മെറ്റീരിയൽ തന്നെയാണ് ഞങ്ങൾ ഇവിടെ വെച്ച് ചെയ്തത്. ഇത് സിലിക്കോൺ സ്മൂത്തിന് എന്ന് പറഞ്ഞ പ്രോഡക്റ്റാണ്. അത് USA എന്നാണ് വരുത്തിയിരിക്കുന്നത്. അവിടെ അവരെന്താണോ മെറ്റീരിയൽ ഉപയോഗിക്കുന്ന ആ മെറ്റീരിയൽ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹോളിവുഡിൽ ഉപയോഗിക്കുന്ന അതേ സാധനം തന്നെയാണ് ഇത് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ വർക്ക് ചെയ്യുന്ന നമ്മളെ പോലെ മലയാളികളും നമ്മളെ പോലെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഒന്ന് മാത്രമേ ഉള്ളൂ. അവിടെ എന്തൊക്കെയാണോ റെഫറൻസ് ചെയ്യുന്നത് അതേ സാധനം തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഭയങ്കര കുറച്ചും കൂടി ഡീറ്റെയിൽ വന്നിട്ടുണ്ട്. അതെ അതെ അതെ, സാധ്യത ഉപയോഗിച്ചു. അതും പോയിട്ട് നമ്മൾ 85 ഡേയ്സിൽ ഇത്രയും വലിയ പടം തീർത്തുന്നതാണ്. 85 ഡേയ്സിലാണ് ഈ ഇത്രയും വലിയ പടം തീർത്തിരിക്കുന്നത്. അതിന് മൊത്തം 100 ഡേയ്സിൻ്റെ ഒരു പരിപാടി നമ്മൾ കൊടുത്തിട്ട്, അതായത് 100 ഡേയ്സ് വരെ നമ്മൾ ബാറ്റ പോയി എന്ന് പറഞ്ഞാൽ നൈറ്റ് ബാറ്റ, അതായത് ഡേ 4 നൈറ്റ് പോകണം കൂടെ ചേർത്താണ് 100 ഡേയ്സ് വരുന്നത്. ശരിക്കും 85 ഡേയ്സ് വരെ നമ്മളിത് ഈ പടം കംപ്ലീറ്റ് ചെയ്തെന്നാണ്, ഇത്രയും വലിയ പടം, അത് ഇത്രയും വർക്ക് ഉണ്ടായിട്ട്.
അപ്പം അത് എൻ്റെ മാത്രം കഴിവല്ല, ഞങ്ങളെല്ലാവരും ക്രൂ മെമ്പേഴ്സിൻ്റെ ഒരു കഴിവാണത്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്, ആർട്ട് ഡയറക്ടർ സുനിലേട്ടർ ആയിരുന്നാലും കലാസംവിധാനം, ആ സുനിലേട്ടർ എന്ന് പറഞ്ഞാൽ വെറുതെ ബ്രില്യൻ വർക്കാണ്. ഓരോ ഫ്രെയിമും നോക്കിയാൽ നമ്മൾ സിനിമ ഇതുവരെ കാണാത്ത ഈ ജഗദീഷ് ചേട്ടനൊക്കെ ലാസ്റ്റ് ക്ലൈമാക്സിൽ കൊല്ലുന്ന സംഭവം കണ്ടില്ല, നല്ല മിഷ്യൻസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മേക്കിംഗ് നല്ല മിഷ്യൻസ് ആണ്. അതെ അതെ അതെ. അത് പിന്നെ അതിലൊരു ബോക്സിംഗ് ഫൈറ്റ്, അതൊന്നും മലയാള സിനിമയിൽ അടുത്തൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ സുനിലേട്ടൻ ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്ത്. ഞാൻ പറഞ്ഞ മലയാളത്തിൽ ഈ സിനിമ എന്നല്ല, മലയാളത്തിലെ ടെക്നീഷ്യനെ കണ്ട് അസൂയപ്പെടുന്ന മറ്റ് ഇൻഡസ്ട്രിയിലെ ആൾക്കാരുണ്ട്. എനിക്ക് എന്താ അനുഭവം ഈ സിനിമ വന്നപ്പോൾ പുറത്തുനിന്നുള്ള ആളുകൾ അഭിനന്ദിച്ചിട്ടുള്ള ഉണ്ട്. പല ആൾക്കാരും എന്നെ വിളിച്ച് പറയാറുണ്ട്. ഇപ്പം മാർക്ക് വേണ്ടിന് പല ഫ്രണ്ട്സ് ഹിന്ദിയിൽ നിന്നായിരുന്നാലും, ഇന്നലെ ഹിന്ദിയിൽ നിന്ന് ഒരാൾ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തമിഴിൽ നിന്നും ഈ പറഞ്ഞ പല അതർ സ്റ്റേറ്റിൽ നിന്നും വിളിച്ച് എന്നെ ഇതാക്കാറുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പം തമിഴിൽ നിന്ന് ഇപ്പം മഞ്ഞുമ്മൽ ബോയ്സ് എന്നുള്ള പടം വന്നില്ല, ആ മഞ്ഞുമ്മൽ ബോയ്സ് ചെന്നൈയിൽ ഭയങ്കര ഹിറ്റായ പടമാണ്. അപ്പൊ അവിടെ വർക്ക് ചെയ്ത് എന്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ചിട്ട് ആർട്ട് ഡയറക്ടർ ആയിരുന്നു. ശരിക്കും അവർ അതിന്റെ ഒരു ആർട്ട് ഡയറക്ടർ മലയാളിയാണ്. അപ്പൊ ഞാൻ പറയില്ലേ, മലയാള സിനിമയിൽ വലിയ വലിയ ടെക്നിക്കൽ പരമായിട്ടുള്ള ആൾക്കാരുണ്ട്. ഇവരെ നോക്കി അസൂയപ്പെടുന്ന ആൾക്കാർ വേറെ ഉണ്ട്. കാരണം അവരെ കുറ്റം പറയാനില്ല കേട്ടോ, തമിഴിലും വലിയ വലിയ എല്ലാ ഡിപ്പാർട്ട്മെന്റ് ആൾക്കാരുണ്ടെങ്കിൽ കൂടിയും നമ്മുടെ ഈ ചെറിയൊരു ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് ഇത്രയും കഴിവ് തെളിയിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. പക്ഷെ രംഗത്തോട്ട് വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ മേക്കപ്പ് മാൻ എന്നുള്ള ആൾക്ക് നമുക്കിപ്പോൾ ഒരു സിനിമാ സംവിധായകനെ പ്രത്യേകമായി അയാളുടെ മേഖലയിൽ ചെയ്യാൻ ആഗ്രഹമുള്ള ചില കാര്യങ്ങളുണ്ടാവും. മേക്കപ്പ് മാൻ എന്നുള്ള ആൾക്കും അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പോൾ മാർക്കോയിൽ താങ്കൾ ഒരു വേറൊരു തലമാണ് കീഴടക്കി. ഇനി മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് ചെയ്യണം എന്നുള്ളത്? ഒരു കഥ ഒത്തുവരികയാണെങ്കിൽ അതിനനുസരിച്ച് എനിക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരു ഏരിയ ഉണ്ടോ എന്തെങ്കിലും? ഉണ്ട്, തീർച്ചയായിട്ടും. ഇനിയിപ്പം നമുക്കൊരു ബെഞ്ച് മാർക്കാണിത്. തീർച്ചയായും ഇതിന്റെ മേലെ ഇനി എന്ത് ചെയ്യണം ചിന്തിക്കണം. പക്ഷെ ഉത്തരവാദിത്വം കൂടും. വയലൻസ് തന്നെ ആവണമെന്നില്ല, കഴിവ് തെളിയിക്കാൻ ഒരുപാട് സ്പേസ് ഉള്ള സ്ഥലമാണ്. പക്ഷെ എന്തായാലും നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും നല്ലൊരു വർക്ക് എൻ്റെ ലൈഫിൽ ഇനിയും ഇത് നല്ല വർക്ക് തന്നെയാണ്. എന്നാലും ഇതിന്റെ മേലെ എന്ത് വരുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പൊളിക്കും. ഈ പുരാണ കഥകളോ അല്ലെങ്കിൽ വൈശാലിയൊക്കെ നമ്മൾ അതെ അതേപോലത്തെ ഒരു അതൊക്കെ ശരിക്കും ഫെസ്റ്റിവൽ മൂവി പോലത്തെ ഇൻട്രസ്റ്റ് ഉള്ള ഫെസ്റ്റിവൽ മൂവി പോലത്തെ വർക്കുകൾ നമ്മൾ ചെയ്യണം. നമ്മളെപ്പോഴും ഈ പറഞ്ഞ പോലെ ആക്ഷനും ഫീൽ ഗുഡ് മൂവിയും കൂടെ ആവാതെ നമ്മൾ ഫെസ്റ്റിവൽ മൂവിയും കൂടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇൻട്രസ്റ്റ് ആണ്. കാരണം നമ്മൾ കാലഘട്ടം, അതായത് കാലഘട്ടത്തിൻ്റെ ഇപ്പോഴത്തെ പറഞ്ഞില്ല, നമ്മളെ ഈ ഒരു റോണക്സ് ആയിരുന്നാലും രഞ്ജിത്ത് അമ്പാടി ആയിരുന്നാലും മണികണ്ഠനായിരുന്നാലും റഷീദ് ആയിരുന്നാലും ഇവരെല്ലാം അതെല്ലാം കഴിവ് തെളിയിച്ച ആൾക്കാരാണ്. അപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ വലിയ എന്താ പറയുക, അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലെ മൂവി ഞാൻ ചെയ്തിട്ടില്ല. എനിക്കങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു മൂവി വരണമെങ്കിൽ ഞാൻ നന്നായിട്ട് തന്നെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഈ മേക്കപ്പ് മാനായി നിൽക്കുന്ന ആദ്യ കാലത്ത് അങ്ങനെ ഒരു സിനിമ മനസ്സിലുണ്ടായിരുന്നു? ഏതെങ്കിലും ഒരു ഉണ്ട്, പരശുരാജ എൻ്റെ മനസ്സിൽ അന്ന് കയറിയ ഒരു പോവാണ്. നമ്മൾ മേക്കപ്പ് മാനൊക്കെയായി ആ ഒരു പടം അടുത്ത് അന്നൊക്കെ പണ്ടത്തെ ആ ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ ഇന്റർവ്യൂ കൊടുത്തിട്ടുള്ള പരശുരാജയെ പോലത്തെ ഒരു പടം കിട്ടിയാൽ ഞാൻ തീർച്ചയായിട്ടും ചെയ്യുമെന്നുള്ള ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ അതൊക്കെ ഒരു ആഗ്രഹമാണ്. നമ്മൾ പരശുരാജയെ കണ്ടു വന്നതല്ലേ, അപ്പം അതിലെ മേക്കപ്പും അതിലെ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര കൗതുകമാണ്. ഇതുപോലെയൊക്കെ ഇനി എന്ന് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മളെപ്പോലുള്ള ആൾക്ക് എന്ന് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഞാനൊരു കൗതുകത്തിലൊക്കെ ആഗ്രഹിച്ചിട്ടുമുണ്ട്, പറഞ്ഞിട്ടുമുണ്ട്. പക്ഷെ ആ ദിവസം അയച്ചു വരും. ഇപ്പോ പിന്നെ സുധി സിനിമയിലേക്ക് വരുന്നത് ഒരു സാധാരണ കുടുംബത്തിനാണ്. അപ്പോൾ ഇപ്പൊ നിങ്ങൾ കീഴടക്കിക്കുന്ന ഒരു വേറൊരു മേഖലയിൽ നിന്ന് നോക്കുമ്പോൾ ഈ മാർക്കോ പോലെയുള്ള സിനിമയിൽ പ്രവർത്തിച്ച് ഇങ്ങനെയുള്ള ഒരു സിനിമയിൽ എന്താണ് ചെയ്തതെന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ടല്ലോ. വീട്ടിലെ ആൾക്കാർ, രക്ഷിതാക്കൾ, അച്ഛനും അമ്മയ്ക്ക് ഇത് കണ്ട സമയത്ത് അല്ലെങ്കിൽ അവർ കണ്ടു എന്തെങ്കിലും അവർ പറയുന്നത്? അതെ അതെ, ശരിക്കും അച്ഛനിപ്പം കൂടെ ഇല്ല. അച്ഛൻ മരണപ്പെട്ടിട്ട് 4-5 വർഷം. അച്ഛൻ ഇതെല്ലാം കാണുന്നുണ്ടാവും, അച്ഛൻ സന്തോഷമാവും. എൻ്റെ അച്ഛൻ ശരിക്കും തട്ടുകടയാണ്. അപ്പം ഞാൻ എൻ്റെ സിനിമാ ജീവിതം എന്ന് പറഞ്ഞാൽ പലതും തട്ടുകടയിൽ കൂടെയും കഥ പറച്ചിലും എൻ്റെ ജീവിതമൊക്കെ സിനിമ കൂടുതലും ഞാൻ അച്ഛൻ്റെ കൂടെ തന്നെയാണ്. അത് നാട്ടിലും വീട്ടിലും എൻ്റെ സിനിമയിൽ വർക്ക് ചെയ്യുന്നവർക്കെല്ലാം അറിയാന്നുള്ളൊരു കാര്യമാണ്. എൻ്റെ നാട്ടിൽ പോയിട്ട് ഇപ്പോൾ ചോദിച്ചതിനും തട്ടുകട മണിയൻ്റെ മോനെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം അല്ലേ. ഇപ്പോൾ സിനിമയിലെ മേക്കപ്പ് മാനാണെന്നോ മാർക്കയിലെ മേക്കപ്പ് മാനാണെന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം പേർക്ക് അറിയാവും. ഇപ്പോൾ ഈ നമ്മുടെ ഇന്ത്യയിൽ മൊത്തം ചർച്ച ചെയ്യുകയാണെങ്കിൽ കൂടി ഇപ്പോൾ എൻ്റെ വീട്ടിലെ തൊട്ടടുത്ത് പോയി ചോദിച്ചാലും എന്നെ അറിയത്തില്ല. മണിയൻ്റെ മോനാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അറിയും. തട്ടുകട മണിയൻ്റെ മോനെന്ന് ചോദിച്ചാൽ ആ ഒരു അവിടെ അങ്ങനെ ഒരു ലേബിൾ എനിക്ക് എൻ്റെ ഫാമിലിയിൽ നിന്ന് എനിക്ക് ഉള്ളതാണ്. എനിക്കത് അഭിമാനമാണ്. കാരണം അച്ഛൻ്റെ പേരിൽ ഞാനിപ്പോൾ അതാണ്, എൻ്റെ പേര് നേരത്തെ സുധി ബാലരാമൂർ എന്നായിരുന്നു. അപ്പൊ അച്ഛൻ്റെ ഒരു ആഗ്രഹമാണ് അച്ഛൻ്റെ പേര് ലോകം മൊത്തം കാണണമെന്ന്. ഏതൊരു അച്ഛനും ആഗ്രഹിക്കുമ്പോൾ ഞാൻ അച്ഛൻ്റെ പേരും കൂടെ എൻ്റെ ടൈറ്റിൽ ആക്കിയിട്ടാണ് സുധി സുരേന്ദ്രൻ ആക്കിയത്. ഇപ്പം ലോകം മൊത്തം അച്ഛൻ്റെ പേരും കൂടെ വരുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്, അഭിമാനമാണ്. അപ്പം നാട്ടിലും വീട്ടിലും ഇപ്പൊ അമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് നമ്മൾ ഇത്രയും രീതിയിൽ. അത് അറിയത്തില്ല. അവർക്ക് ഇപ്പോഴും
ഇപ്പൊ ഞാൻ ഇന്നലെ ഇതൊക്കെ ഞാനാണ് ചെയ്യുന്നത് നമുക്കറിയില്ല. ഇപ്പൊ 2 മാസം കഴിഞ്ഞ് ഇന്നലെ വീട്ടിൽ വന്നോളൂ. ഞാൻ വീട്ടിൽ വന്നപ്പോ ഇനി അത്രേ ഉള്ളൂ. അതല്ല ഇപ്പൊ നമ്മളെ പറ്റി ചർച്ച ചെയ്യാനുള്ള കാര്യമോ ഈ മാർക്കോ എന്ന് പറഞ്ഞാൽ എത്ര വലിയ പടമൊന്നും അവർക്ക് അത്ര അറിയില്ല. നമ്മളത് ആസ്വദിക്കാം, നമ്മളത് ആസ്വദിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ വേറൊരു കാര്യമുണ്ട് ചേട്ടാ, ഞാൻ മേക്കപ്പ് മാൻ എന്ന് പറഞ്ഞിട്ട് എന്നെ പലയിടത്തും ഒഴിവാക്കിയിട്ടുണ്ട്. അത് ശരി. പല കല്യാണാലോചന വന്നാലും ഈ പറഞ്ഞ പോലെ പല നമ്മളൊരു പ്രപ്പോസൽ ചെയ്താൽ തന്നെ നമ്മൾ മേക്കപ്പ് മാൻ എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് പലതും എന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. അതെന്റെ ജീവിതത്തിൽ സംഭവിച്ച പല കാര്യങ്ങളും. ഒരു പ്രശ്നമാണ് ഈ മേക്കപ്പ് മാൻ എന്താണ്. മേക്കപ്പ് മാൻ എന്താണെന്ന് അറിഞ്ഞുകൂടാതെ പല ആൾക്കാർ വിചാരിക്കുന്ന കാര്യമാണ് മേക്കപ്പ് ഐഡന്റിറ്റി അറിയില്ല. അത് എന്താണെന്ന് അറിഞ്ഞുകൂടാതെ സംസാരിക്കുന്ന ആൾക്കാർ. പക്ഷെ ഒഴിവാക്കിയവരിപ്പം കാണണം, മനസ്സിലായോ? അത് നമ്മളെ ദൈവം, നമ്മൾ ചലഞ്ചിങ് ആണ്, മനസ്സിലായോ? അവര് ചുമ്മാ അങ്ങ് പറയാണ് മേക്കപ്പ് അല്ലേ, എന്താ കിട്ടുക, നിനക്ക് എന്താ കിട്ടുന്നത്, സിനിമയിൽ പോയി എന്താ കിട്ടുന്നത്, അല്ലാതെ മോശം ഫീൽഡാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഒഴിവാക്കി വിട്ട കുറെ ആൾക്കാരുണ്ട്. ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങളാണ് അത്. എൻ്റെ പേഴ്സണലി നിൽക്കുന്നവർക്ക് അറിയാം ഞാൻ എന്തോരം ആ സമയത്തൊക്കെ അനുഭവിച്ചത്. കാരണം പലയിടത്തുനിന്നും എന്നെ ഒഴിവാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച്. അപ്പൊ അതൊക്കെ ഇപ്പൊ തരണം ചെയ്ത് നമ്മൾ ഈ ഒരു പൊസിഷൻ എത്തണമെങ്കിൽ ഇപ്പൊ ഒരു 34 വയസ്സായി. അതെ 34 വയസ്സായി എന്ന് പറയുന്നില്ല, 34 വയസ്സേ ആയിട്ടുള്ളൂ. ഈ കാലത്തിനിടയിൽ നിങ്ങൾ ഇത്രയും വലിയ ഒരു യാത്ര തീർച്ചയായിട്ടും സത്യം. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ആ തുടക്കം, നമ്മളെ വരവ് കറക്റ്റ് ആയിരുന്നു എന്ന് തോന്നുന്നുണ്ടല്ലേ? ശരിക്കും നമ്മുടെ ലൈഫ് എന്നുള്ള സൈക്കിളാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. നമ്മൾ എവിടെ നിന്നാണോ ചവിട്ടി തുടങ്ങുന്നത് അവിടെ തന്നെ ഇങ്ങനെ കറങ്ങി വരുമെന്നുള്ളതുമാണ്. പക്ഷെ അതിൽ പഠിക്കാൻ കുറേ ഉണ്ട്. അതിൽ ആ ചവിട്ടി കയറി പോകണം. നമ്മൾ ആ ചവിട്ടി നിൽക്കാണ്ട് ചവിട്ടി പോകണമെന്നാണ് ഞാൻ പഠിച്ചത്, അല്ലേ? കാരണം ഞാൻ വന്ന വഴിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഡെയിലി 100 രൂപ സാലറി കിട്ടുന്ന സമയത്താണ്. ഓപ്പണായിട്ട് പറഞ്ഞാൽ ഞാൻ ചെന്നൈയിൽ ഞാൻ നിൽക്കുമ്പോൾ ഒരു ആർട്ടിസ്റ്റിനോട് ഞാൻ അസിസ്റ്റൻ്റായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് 100 രൂപ സാലറി. ഇപ്പോഴത്തെ വർഷമല്ല, ഒരു 15 വർഷം മുമ്പേ. പക്ഷെ ഇപ്പോൾ നമ്മുടെ സാലറി എന്ന് പറഞ്ഞാൽ ആ 100 രൂപയൊന്നും മാറി ഇപ്പോൾ ഒരു ദിവസം വരെ നമുക്കൊരു 1 ലക്ഷം വരെ മേടിക്കേണ്ട ഒരു വാല്യൂയിലൊക്കെ നമ്മൾ ദൈവം കൊണ്ട് എത്തിച്ചെന്നാണ്, മനസ്സിലായോ? അപ്പൊ ആ ഒരു ഘട്ടം നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് വന്നോണ്ട് ഫലമാണ്. അത്രയും ഹാർഡ് വർക്കും അത്രയും നമ്മൾ ജെന്യൂനായിട്ട് നിന്നതിൻ്റെ ഒരു ഫലമാണ്. നമ്മളവിടെ ഒരു കള്ളത്തരം കാണിക്കാനോ ഒരു ചീറ്റ് ചെയ്യാനോ ഒന്നും പോയിട്ടില്ല. അപ്പൊ അതിന്റെ ഒരു ഫലം ദൈവം നമുക്ക് ഇതുവരെ കൊണ്ടെത്തിച്ചു വന്നതാണ്. ഇതാണ് കലയെ സ്നേഹിക്കുന്നവർ ചെയ്യേണ്ടത്. നിരന്തരം പ്രവർത്തിക്കാൻ. അതെ 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 അത് എന്തായിരുന്നാലും നമുക്കൊരു വിജയം കൊണ്ടുവരുന്ന ഉറപ്പാണ്. അതിൽ വേറെ മാറ്റം. കല്യാണം കഴിച്ചോ? കല്യാണം ആയിട്ടില്ല. പക്ഷേ മാർക്കോ സിനിമകളിൽ നമ്മളെ ഒഴിവാക്കിയ സമയത്ത് ഞാൻ വെരി സിംഗിൾ ആയിരുന്നു. പക്ഷെ അത് ഇതിന്റെ വേറെ വിജയമാണ്. മൈൻഡിൽ വേറെ ഒന്നും ഇല്ല, ഫുള്ള് ബ്ലഡ്. ഇനിയിപ്പോ നമുക്ക് നമ്മുടെ ഐഡന്റിറ്റി സമൂഹത്തിന് മുന്നിലും സ്ഥാപിച്ചു കഴിഞ്ഞു അല്ലേ? അതെ ഫുള്ള് ബ്ലഡിൽ കൂടെ എനിക്ക് ഒരു ബെഞ്ച് മാർക്ക് വന്നൊരു മൂവിയാണ് മാർക്ക്. നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. കാരണം അതുവഴിയാണ് ഞാൻ ഈ ഇന്റർവ്യൂസ് ആയിരുന്നാലും ഈ പറയുന്ന ഇന്റർവ്യൂസ് എല്ലാം നമ്മളെ മനസ്സിലുള്ള ആഗ്രഹമായിരുന്നു. അതൊക്കെ എന്നായിരിക്കും നമ്മളെ ഇന്റർവ്യൂവിന് വിളിക്കുക എന്നൊക്കെ വിചാരിച്ച. പക്ഷെ അത് എല്ലാം നമ്മളെ ദൈവം കൊണ്ട് എത്തിച്ചു എന്നാണ്. കാരണം നമ്മുടെ ഒരു ഹാർഡ് വർക്കിന്റെ ഒരു ഫലമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ നിന്നവരും അവർക്കെല്ലാം സന്തോഷമാണ്. ഇപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പിള്ളേർക്കെല്ലാം ഭയങ്കര ഒരു പ്രൗഡ് മൂവ്മെന്റ് ആണ്. ഇപ്പോൾ ഒരു പരിമിതികളില്ല എന്നാണ് തെളിയിക്കുന്നത്. സാധാരണ ഇപ്പോൾ മേക്കപ്പ് മാൻ നേരത്തെ പറഞ്ഞ പോലെ മേക്കപ്പ് മാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ചോദ്യത്തിന് അപ്പുറത്തേക്ക് നമ്മളത് കടക്കാണ്, ഭാഷക്കപ്പുറത്തേക്ക് കടക്കാണ്. എനിക്ക് ഉപരി എൻ്റെ ആശാന് ഭയങ്കര സന്തോഷമാണ്. എൻ്റെ PN മണി സാറിന് എന്നും മെസ്സേജ് ചെയ്യും. സിനിമ കണ്ടിട്ട് എന്താ പറഞ്ഞത്? അയ്യോ ഭയങ്കര അഭിപ്രായം പറഞ്ഞു. അത് പല സീക്രട്ട് കാര്യങ്ങളും എന്നോട് ചോദിക്കുകയാണ്. ചോദിക്കുന്നത് തമാശ രീതിയിലായിരിക്കും, എന്നാലും പുള്ളിക്ക് എന്നെ ഭയങ്കര ഒരു കാര്യമാണ്. മണിയന്റെ കുടുംബം, അമ്മയ്ക്കും അവരെ ചേച്ചിക്കും എല്ലാവർക്കും എന്നെ ഭയങ്കര കാര്യമാണ്. അപ്പൊ നമ്മള് തമാശ രീതിയിൽ എന്നാലും ഞാൻ ചോദിക്കും, ദേവാസുരത്തിൽ അന്ന് മോഹൻലാലിന് ചവിട്ടും നെറ്റിയിരുന്ന് ബ്ലഡ് വരില്ല, അതെങ്ങനെയാണെന്ന് ഇപ്പോഴും ചോദിക്കും. അതിന്റെ സീക്രട്ട് ഇപ്പോഴും പറഞ്ഞില്ല. അപ്പൊ അതൊക്കെ നമ്മുടെ ഒരു സൗഹൃദവും ഒരു ബന്ധമാണത്. അതിന്റെയൊക്കെ ഒരു ഇതാണ് നമ്മളിപ്പോ ഇങ്ങനെ പോകുന്നത്. ഏതായാലും ഇനി നമുക്ക് വലിയ മേഖലകളിലേക്ക് മാറട്ടെ. മേക്കപ്പിന്റെ അതിരുകളില്ലാത്ത ലോകത്തിലേക്ക് നമ്മൾ യാത്രയാവണം. ഇത്ര നേരം സന്തോഷം ടോക്ക് ഷോയിൽ സമയം ചെലവഴിച്ചതിന് സോ മച്ച് സാർ. അടുത്ത ആഴ്ച നമുക്ക് മറ്റൊരു അതിഥിയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.